So we were discussing sexual reproduction in flowering plants. So till pollination we have completed, right? See, am I audible? Am I audible? See, if there is anybody, please give me a reply. Okay, so we have discussed some questions too. Next is the outbreeding devices. Outbreeding devices means the methods, the plant that has adapted to avoid self-pollination. Self-pollination means if the flower is a bisexual flower, that means if the flower has both androecium and gynoecium, there is a chance for autogamy, right? There is a chance for autogamy or there is a chance for self-pollination. That is the same pollen grains can land on the same stigma of the same flower, and that can lead to inbreeding depression. That is, autogamy is not going to bring about any kind of variations. So that can lead to inbreeding depression. Okay, so to avoid this, the flowering plants have adapted many devices. One is the pollen release and stigma receptivity will not be synchronized. In some species, the pollen release and stigma receptivity, that means pollen will be released either before the stigma become receptive or the stigma become receptive much before the release of pollen. Pollenum stigmയും ഒരേ സമയത്ത് ready ആവില്ല. ഒന്നുകിൽ pollen നേരത്തെ release ചെയ്യും, and that time stigma will not be ready. തിരിച്ച്. Okay. So bisexual ആണെങ്കിൽ കൂടി self pollination നടക്കാനുള്ള സാധ്യതയില്ല. അതായത് പൊളം വന്ന് ലാൻഡ് ചെയ്താലും ഫർദർ റിയാക്ഷൻസ് നടക്കാനുള്ള സാധ്യതയില്ല. ഇനി ചില വേറെ സ്പീഷീസിൽ ആന്തർ ആൻഡ് സ്റ്റിഗ്മ വിൽ ബി പ്ലേസ്ഡ് അറ്റ് ഡിഫറെന്റ് പൊസിഷൻസ്. ഡിഫറെന്റ് പൊസിഷൻസ്, അതായത് അവർ തമ്മിലൊരു എന്താണ് സ്പേഷ്യൽ സെപ്പറേഷൻ വരിക. somehow preventing self pollination വീണ്ടും, so that the pollen cannot come in contact with the stigma of the same flower. മൂന്നാമത്തെ ഒരു ഡിവൈസ് അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയുന്നത് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി ആണ്. അതായത് ഒരു ജനറ്റിക് മെക്കാനിസം ആണ്. അതായത് സെൽഫ് പൊളൻ, അതായത് പൊളൻ ഫ്രം ദ സെയിം ഫ്ലവർ അല്ലെങ്കിൽ അതേ പ്ലാന്റിന്റെ വേറെ ഏതെങ്കിലും ഫ്ലവറിന്ന് വരുവാണെങ്കിൽ തന്നെ പൊളൻ ജെർമിനേഷനോ പൊളൻ ട്യൂബിന്റെ ഗ്രോത്തോ ഒന്നും നടക്കില്ല. സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി ആണ്. അതേ പൊളൻ ഗ്രെയിൻസ്, അതേ ഫ്ലവറിന്റെ പൊളൻ ഗ്രെയിനോ അല്ലെങ്കിൽ അതേ പ്ലാന്റിൽ തന്നെ വേറെ ഫ്ലവറിന്റെ പൊളൻ ഗ്രെയിനോ വന്ന് അത് ജെർമിനേറ്റ് ചെയ്യിപ്പിക്കില്ല. സെൽഫ് ആയിട്ടൊരു ഇൻകോമ്പാറ്റിബിലിറ്റി വരുവാണ്. ഇനി അതുമല്ലാത്ത വേറൊരു മെത്തേഡാണ് പ്ലാന്റ്സ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് ഒന്നുകിൽ സ്റ്റേമൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഫ്ലവറിൽ, അല്ലെങ്കിൽ പിസ്റ്റില് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, രണ്ടുപേരും ഉണ്ടാവില്ല. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം പ്ലാന്റ്സിന്റെ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ് ആണ്. അതായത് സെൽഫ് പോളിനേഷൻ വഴി ഉണ്ടാകുന്ന ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പ്ലാന്റ്സ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ്സ്. ഇനി മൊണീഷ്യസ് എന്താണ്, ഡയോഷ്യസ് എന്താണെന്നുള്ളത് നമ്മൾ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ ഒരു ഔട്ട്ലൈൻ പറയുന്നു. If both male and female flowers are present on the same plant, നമ്മളൊരു പ്ലാന്റിനെ പറയുമ്പോൾ മൊണീഷ്യസ് ആണോ ഡയോഷ്യസ് ആണോ എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഒരേ പ്ലാന്റിൽ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മൊണീഷ്യസ് എന്ന് പറയാൻ പറ്റും. അതേപോലെ മെയിലും ഫീമെയിൽ ഫ്ലവറും വേറെ വേറെ പ്ലാന്റിലാണെങ്കിൽ, അതായത് ആ പ്ലാന്റിൽ ഒന്നുകിൽ മെയിലേ ഫീമെയിലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്താണ്, അതിനെ ഡയോഷ്യസ് എന്നും പറയും. എക്സാമ്പിൾ നോക്കി വെക്കാം, ചോദിക്കാറുള്ളതാണ്. ഓക്കെ, which of the following is monoecious, which of the following is dioecious. നെക്സ്റ്റ് വരുന്നത് പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ ആണ്. പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിനേഷന് ശേഷം, അതായത് ഒരു പൊളൻ ഒരു സ്റ്റിഗ്മയിൽ വന്ന് ലാൻഡ് ചെയ്തു. ഓക്കെ, ഒരു സ്റ്റിഗ്മയിൽ വന്ന് ലാൻഡ് ചെയ്യുന്ന പൊളൻ പല ടൈപ്പ് പൊളൻ ആയിരിക്കാം. ഇങ്ങനെ ഈ വന്ന് ലാൻഡ് ചെയ്യുന്നത് വിൻഡ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസെക്ട്സ് വഴിയോ അങ്ങനെയൊക്കെ ആയിരിക്കാം. സോ ഇപ്പൊ ഇതൊരു ഓവറി ആണ്, ഐ മീൻ ഇതൊരു ഗൈനീഷ്യം ആണ്. ഇതിന്റെ മുകളിൽ വന്നിരിക്കുന്ന എന്താണ് പലതരത്തിലുള്ള പൊളൻസ് ആണെന്ന് വിചാരിക്കാം. ഇവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ടുള്ള എല്ലാ പൊളനും എന്താണ്
ജെർമിനേറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷനിൽ വന്ന് എൻഡ് ചെയ്യണമെന്നോ ഒരു നിർബന്ധവുമില്ല. പല പൊളൻ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പല പൊളൻ എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും സ്പീഷീസിന്റെ പൊളനോ അല്ലെങ്കിൽ ഇതിനോട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള പൊളൻ ഗ്രെയിൻസോ ഏത് വേണമെങ്കിൽ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യാം. ഓക്കെ, ഇതില് വന്ന് ലാൻഡ് ചെയ്തതില് കറക്റ്റ് ടൈപ്പ് പൊളൻ, അതായത് ഈ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിനോട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള റൈറ്റ് ടൈപ്പ് പൊളൻ മാത്രമേ ജെർമിനേറ്റ് ചെയ്യുള്ളൂ. റൈറ്റ് പൊളൻ മാത്രമേ പൊളൻ ട്യൂബ് ഫോം ചെയ്ത് താഴെ എഗ്ഗിന്റെ അടുത്തോട്ട് എത്തുള്ളൂ, ഓവറിയിലോട്ടോ വ്യൂളിലോട്ടോ എത്തുള്ളൂ. ഇത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇത് വന്നിരിക്കുന്നത് റൈറ്റ് ടൈപ്പ് ആണ് അല്ലെങ്കിൽ വന്നിരിക്കുന്നത് ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള ടൈപ്പ് ആണ്, റോങ് ടൈപ്പ് ആണ്? ഹൗ ഡു ദേ അണ്ടർസ്റ്റാൻഡ്? അപ്പൊ അവര് പറയുന്നത് പൊളൻ ഇവിടെ വന്ന് വീണതിന് ശേഷം പൊളനും പിസ്റ്റിലും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. പൊളനും പിസ്റ്റിലും തമ്മിൽ ഇന്ററാക്ഷൻ, ഇവിടെ ലാൻഡ് ചെയ്തിട്ടുള്ള പൊളനും ഈ ഗൈനീഷ്യത്തിന്റെ പാർട്ടായിട്ടുള്ള പിസ്റ്റിലും തമ്മിൽ ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഇന്ററാക്ഷൻ നടക്കുന്നത് കെമിക്കൽസിലൂടെയാണ്. കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നത്. ഈ ഇന്ററാക്ഷന് ശേഷം അവർക്ക് മനസ്സിലാവും ഇഫ് ദിസ് ഇസ് ദ റൈറ്റ് പൊളൻ ഓർ നോട്ട്. കറക്റ്റ് പൊളൻ ആണെങ്കിൽ ഫർദർ ഡെവലപ്മെന്റ്സ് നടക്കും. പൊളൻ ട്യൂബ് എന്താണ്, പൊളൻ ട്യൂബ് ഫോർമേഷനും പൊളൻ ജെർമിനേഷനും ഒക്കെ നടക്കും. അതല്ല എന്നുണ്ടെങ്കിൽ പൊളന്റെ ജെർമിനേഷൻ അത് പ്രിവെന്റ് ചെയ്യും. പൊളന്റെ ജെർമിനേഷനെ പ്രിവെന്റ് ചെയ്യും, അല്ലെങ്കിൽ പൊളന്റെ ട്യൂബ് ഫോർമേഷനെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, ഇനി all events from pollen deposition on the stigma until pollen tube enter the ovule are together referred to as pollen pistil interaction. കെമിക്കൽസിലൂടെയാണ് നടക്കുന്നത്. അവർ തമ്മിൽ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത്. ഇനി what happens to the pollen after reaching the എന്താണ് കറക്റ്റ് സ്റ്റിഗ്മ? കറക്റ്റ് സ്റ്റിഗ്മയിൽ വന്ന് കടന്നു, കറക്റ്റ് പൊളൻ ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ what happens next? നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്ന പോലെ പൊളൻ ജെർമിനേറ്റ് ചെയ്യുന്നു. സ്റ്റൈലിലൂടെ ഒരു ട്യൂബ് ഗ്രോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് ട്യൂബ് ഈസ് കോൾഡ് ദി പൊളൻ ട്യൂബ്. പൊളൻ ട്യൂബ് ഫോം ചെയ്യുന്നുണ്ട്. ആ പൊളൻ ട്യൂബ് താഴോട്ട് ഇറങ്ങി വരുന്ന നിങ്ങൾക്ക് കാണാം, സ്റ്റൈലിലൂടെ വരുന്നു. അതിനുശേഷം ഒവ്യൂളിലോട്ട് കയറുവാണ്. അത് മൈക്രോപൈൽ എൻഡിലൂടെയാണ് കയറുന്നത്. നമുക്ക് കാണാൻ പറ്റും മൈക്രോപൈൽ എൻഡിലൂടെയാണ് കയറുന്നതായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ നെക്സ്റ്റ് പിക്ചറിൽ നോക്കിയാൽ മതി, മൈക്രോപൈലിലൂടെ കയറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. So pollen tube after reaching the ovary enters the ovule through micropyle and then enters. ഇത് ശ്രദ്ധിക്കാം, മൈക്രോപൈൽ എൻഡിൽ കിടക്കുന്ന എംബ്രിയോ സാക്കിന്റെ കാര്യം നമുക്കറിയാം. ഇതിൽ 3 ആന്റിപോഡൽസ് ഉണ്ട്. അത് കിടക്കുന്നത് ചെലാസൽ എൻഡിലാണ്. ദെൻ പോളാർ ന്യൂക്ലിയൈ ഉണ്ട്, അത് എഗപ്പാർട്ടസിന്റെ അടുത്തായിട്ട് കിടന്നുണ്ട്, സെൻട്രൽ ആയിട്ടെന്ന് പറയാം. അതിനുശേഷം നമുക്കൊരു 2 സിനർജിറ്റ്സും പിന്നെന്താണ് എഗ്ഗും ഉണ്ട്. മൈക്രോപൈൽ എൻഡിൽ കിടക്കുന്നതാണ് എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്, ആണല്ലോ. ഓക്കെ, അപ്പൊ മൈക്രോപൈലിലൂടെ വന്നിട്ട് പൊളൻ ട്യൂബിനെ സിനർജിറ്റ്സിലോട്ടാണ് ആദ്യം ഡയറക്റ്റ് ചെയ്യുന്നത്. സിനർജിറ്റ്സിലോട്ട്, എഗ്ഗിന്റെ 2 സൈഡിലും കിടക്കുന്ന സിനർജിറ്റ്സിലോട്ടാണ് ഈ പറയുന്ന പൊളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഗൈഡ്സ് ദി എൻട്രി ഓഫ് പൊളൻ ട്യൂബ്? ആരാണ് ഇവിടെ പൊളൻ ട്യൂബിനെ കറക്റ്റ് ഈ സിനർജിറ്റ്സിലോട്ട് എൻട്രി ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നത്? ദാറ്റ് വാസ് ഫിലിഫോം അപ്പാരറ്റസ്. സിനർജിറ്റ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു തിക്കനിങ് ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട്. സിനർജിറ്റ്സ് വരയ്ക്കുമ്പോൾ ഇപ്പൊ ഇത് സിനർജിറ്റ്സ് ആണെങ്കിൽ നമ്മളൊരു തിക്കനിങ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇതില്. ആ തിക്കനിങ് ആണ് ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ആൻഡ് ഹി ഗൈഡ്സ് ദി എൻട്രി ഓഫ് പൊളൻ ട്യൂബ്. കണ്ടോ, പൊളൻ ട്യൂബിന്റെ എൻട്രി ഗൈഡ് ചെയ്യുന്നത്. ഇനി വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ? നിങ്ങൾ ഇത് ജെനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മുടെ മെന്റൽ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഈവൻ ഇഫ് ദ ഫ്ലവർ ഇസ് ബൈസെക്ഷൽ ആണെങ്കിൽ കൂടി നമുക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്യണം, പോളിനേറ്റ് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ നമുക്ക് വേണ്ട 2 പാരന്റ്സിനെ എടുത്ത് അവർ തമ്മിലൊരു ഹൈബ്രിഡൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. അപ്പൊ നമ്മൾ അതിനു മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇമാസ്കുലേഷനും പിന്നെ ഒന്ന് ബാഗിങ്ങും ആണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ഇമാസ്കുലേഷൻ? ഫീമെയിൽ പാരന്റില് ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണെന്ന് വിചാരിക്കാം. ബൈസെക്ഷൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ബൈസെക്ഷൽ എന്ന് പറയുന്നതിൽ എന്താണ്, ഓവറിയും ഉണ്ട് സ്റ്റിഗ്മയുണ്ട്, സോറി ഓവറിയുണ്ട് സ്റ്റേമനുണ്ട്, ഓവറിയുണ്ട് സ്റ്റേമനുണ്ട്. നമുക്ക് വേണ്ടത് വേറൊരു ഫ്ലവറിന്റെ പോളൻ ഗ്രെയിൻസ് പോയി ഇതുമ്മെ ഡെപ്പോസിറ്റ് ചെയ്യണം. വേറൊരു പ്ലാന്റിന്റെ പോളൻ ഗ്രെയിൻസ് വന്ന് ഈ സ്റ്റിഗ്മയിലോട്ട് ലാൻഡ് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം, ഈ ബൈസെക്ഷൽ ഫ്ലവറിന്റെ ഈ ആന്തറിനെ റിമൂവ് ചെയ്യണം.
എന്തിനു വേണ്ടിയിട്ടാ? അല്ലെങ്കിൽ ഈ ആന്ത്രിന്റെ pollen grains വന്ന് ഈ സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്യും. വി ഹാവ് ടു അവോയ്ഡ് ദാറ്റ്. സോ അതിനു വേണ്ടി ഫീമെയിൽ പാരന്റിന്റെ ഇഫ് ഇറ്റ് ഇസ് എ ബൈസെക്ഷൽ ഫ്ലവർ ആന്തർ ഡെഹിസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ pollen grains റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ അതിനെ റിമൂവ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ഇമാസ്കുലേഷൻ. അതിനുശേഷം ഇനി വേറെ എവിടുന്നും ഒരു കണ്ടാമിനേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ബാഗ് ചെയ്ത് വെക്കും. Emasculated flowers have to be covered with a bag of suitable size. ബട്ടർ പേപ്പർ വെച്ചിട്ടോ മറ്റുള്ള ഒരു ബാഗ് കൊണ്ട് നമ്മൾ കവർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടാമിനേഷൻ ഓഫ് സ്റ്റിഗ്മ വിത്ത് അൺവാണ്ടഡ് പോളൻ. അതായത് നമുക്ക് വേണ്ട രീതിയിൽ തന്നെ എന്ത് നടക്കണം? ഫെർട്ടിലൈസേഷൻ നടക്കണം. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ ആന്തറിനെ മെയിൽ പാർട്ടിനെ റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം നമ്മൾ കവർ ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് വേണ്ട സമയമാകുമ്പോൾ നമ്മൾ അതിനെ ഓപ്പൺ ചെയ്ത് നമുക്ക് വേണ്ട പ്ലാന്റിന്റെ pollen grains എടുത്ത് അതുമ്മ പോയി പോളിനേറ്റ് ചെയ്യിപ്പിക്കും. ആൻഡ് ദാറ്റ് ഇസ് ദി ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇനി നമ്മുടെ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് കഴിഞ്ഞു. ഗാമറ്റോജെൻസിസ് നമ്മൾ കണ്ടു, ഗാമേറ്റ് ഉണ്ടാകുന്നത് കണ്ടു, പോളിനേഷനും കണ്ടു. നെക്സ്റ്റ് ഈസ് ദി ഫെർട്ടിലൈസേഷൻ ഇവന്റ്. ആൻജിയോസ്പേംസിൽ നടക്കുന്ന ഫെർട്ടിലൈസേഷനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ് പറയുന്നത്. അതിന്റെ റീസൺ ചോദിക്കാം. എന്തുകൊണ്ടാണ്? ഇവിടെ രണ്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. ഏതൊക്കെയാണ് രണ്ട് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്? ഒന്ന് സിംഗമി. One is syngamy. The next one is the triple fusion. Triple fusion. സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും ചേരുന്നിട്ടാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ആൻജിയോസ്പേംസിന്റെ യുണീക്ക് ക്യാരക്ടർ ആണ്. ആൻജിയോസ്പേംസിന്റെ യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഇവിടെ ഒരു pollen grainൽ നിന്നും രണ്ട് മെയിൽ ഗാമേറ്റ് ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു pollen grainൽ നിന്നും pollen grainന്റെ ഒരു ജനറേറ്റീവ് സെൽ ഉണ്ട്, ഒരു വെജിറ്റേറ്റീവ് സെൽ ഉണ്ട്. ആ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ട് മെയിൽ ഗാമേറ്റ് ഉണ്ടാകുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു മെയിൽ ഗാമേറ്റ് ഒരു എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു, വിച്ച് ഇസ് എ ഡിപ്ലോയിഡ്. Another male gamete is going to fuse with a central nuclei, diploid secondary nucleus അല്ലെങ്കിൽ രണ്ട് polar nuclei എന്ന് പറയാം. അവിടെ മൂന്ന് ന്യൂക്ലിയസ് ആണ് ഫ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ടേംഡ് ആസ് ട്രിപ്പിൾ ഫ്യൂഷൻ. എന്നിട്ട് എന്താ ഫോം ചെയ്യുന്നത്? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യും. ആൻഡ് ഇറ്റ് ഇസ് എ ട്രിപ്ലോയിഡ് ടിഷ്യൂ. വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്? സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും. പെൻ എന്ന് പറയുന്നത് എന്താണ്? ആദ്യം ഇരിക്കുന്ന സെല്ല് പിന്നെ എന്തായിട്ട് മാറും? പ്രൈമറി എൻഡോസ്പേം സെല്ലായിട്ട് മാറും. അത് എൻഡോസ്പേം ആയിട്ട് ഡെവലപ്പ് ചെയ്ത് മാറും. ഇത് ക്ലിയർ ആയിരിക്കുമല്ലോ? ഞാൻ സാധാരണ രീതിയിൽ ഇത് പഠിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസ് വർ വെരി ക്ലിയർ അബൌട്ട് ദിസ് ടോപ്പിക്. ശരിയല്ലേ? ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് എ യുണീക് ക്യാരക്ടർ which involve two fertilization, syngamy and triple fusion. സിംഗമിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ആണ്. വേറെ ട്രിപ്പിൾ ഫ്യൂഷനിൽ വരാൻ പോകുന്ന ഒരു ട്രിപ്ലോയിഡ് ആയിട്ടുള്ള സംഭവമാണ്. ദാറ്റ് ഇസ് ദി എൻഡോസ്പേം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ? അടുത്തത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ആണ്. ഫർദർ എൻഡോസ്പേം ഡെവലപ്മെന്റ്, എംബ്രിയോ ഡെവലപ്മെന്റ്, സൈഗോട്ട് എന്ന എംബ്രിയോ വരുന്നത്. ഒവ്യൂള് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഒവ്യൂൾ സീഡ് ആയിട്ട് മാറുന്നു, ഓവറി ഫ്രൂട്ട് ആയിട്ട് മാറുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എല്ലാം കഴിയുമ്പോ ഫ്രൂട്ടിന്റെ ഉള്ളില് സീഡിന്റെ ഉള്ളില് എംബ്രിയോ കിട്ടും അല്ലെ? ഈവൻ എൻഡോസ്പേം ഉണ്ടെങ്കിൽ അതും. ശരിയല്ലേ? ഓക്കെ. അടുത്തത് എൻഡോസ്പേം. എംബ്രിയോ ഡെവലപ്മെന്റിനെ പ്രിസീഡ് ചെയ്യുന്നതാണ് എൻഡോസ്പേം ഡെവലപ്മെന്റ്. എന്തുകൊണ്ടായിരിക്കും? ഈ എൻഡോസ്പേം എന്ന് പറയുന്നത് ന്യൂട്രിറ്റീവ് ആണ്, നറിഷ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം എംബ്രിയോയ്ക്ക് ഫർദർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നറിഷ്മെന്റ് വേണം. അപ്പൊ എൻഡോസ്പേം ഒന്ന് ആയതിനു ശേഷമാണ് സൈഗോട്ട് ടു എംബ്രിയോ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നത്. ശരിയല്ലേ? സോ എൻഡോസ്പേം ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് എംബ്രിയോ ഡെവലപ്മെന്റ് ആൻഡ് ദിസ് ഇസ് ഫിൽഡ് വിത്ത് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. ഇത് മെയിൻ ആയിട്ട് വേണ്ടത് എംബ്രിയോന്റെ നറിഷ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇനി ചോദിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഈ കോക്കനട്ട് വാട്ടർ എന്താണെന്നുള്ള സാധനം. കോക്കനട്ട് വാട്ടറും അതുപോലെ തന്നെ അതിന്റെ വൈറ്റ് മീറ്റും വൈറ്റ് കേർണലും എന്താണെന്നുള്ളത് അത് എൻഡോസ്പേം ആണ്. അതിൽ കോക്കനട്ട് വാട്ടർ എന്ന് പറയുന്നത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമും വൈറ്റ് കേർണൽ എന്ന് പറയുന്നത് സെല്ലുലാർ എൻഡോസ്പേമും ആണ്. ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറെ ന്യൂക്ലിയസ് ഉണ്ട്. നമുക്ക് വെള്ളം പോലെ തോന്നുന്നു. ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ന്യൂക്ലിയസ്. കാരണം ഇനീഷ്യലി ആ എൻഡോസ്പേം ഡെവലപ്മെന്റ് നടക്കുമ്പോൾ ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്ത് പോവാണ്, സൈറ്റോകൈനസിസ് നടക്കുന്നില്ല. അതുകൊണ്ട് അതിൽ കുറെ ന്യൂക്ലിയസ് കാണും. അതാണ് കോക്കനട്ട് വാട്ടർ. നത്തിങ് ബട്ട് എൻഡോസ്പേം.
അത് ഏത് തരത്തിലുള്ള എൻഡോസ്പെം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെം. എന്നാൽ ആ സോളിഡ് ആയിട്ടുള്ള വൈറ്റ് കേർണൽ എന്താണ്? അത് എൻഡോസ്പെം തന്നെയാണ്, പക്ഷെ അത് സെല്ലുലാർ ആണെന്ന് മാത്രം. ഫ്രീ ന്യൂക്ലിയർ അല്ല, ബാക്കി സെൽസ് ഫോം ചെയ്തിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സെൽസ് ഫോം ചെയ്തിട്ടുള്ള സെല്ലുലാർ എൻഡോസ്പെം ആണ്. നെക്സ്റ്റ് വൺ എംബ്രിയോ ആണ്. സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. ഡൈക്കോട്ടിന്റെയും മോണോകോട്ടിന്റെയും ഇനീഷ്യൽ സ്റ്റേജ് ഒക്കെ സെയിം ആണെന്ന് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ആദ്യം അത് നിങ്ങൾ ഡയഗ്രത്തിൽ കാണുന്ന പോലെ സൈഗോട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം അതൊരു ഗ്ലോബുലാർ ഷേപ്പിലോട്ട് പോകുന്നു. അതിനുശേഷം അതൊരു ഹാർട്ട് ഷേപ്പിലോട്ട് പോകുന്നു. അതിനുശേഷം അതൊരു മെച്യൂർ സ്റ്റേജിലോട്ട് പോകുന്നു. ഒരു ഗ്ലോബുലാർ സ്റ്റേജ് കഴിഞ്ഞ് ഒരു ഹാർട്ട് ഷേപ്പ് കഴിഞ്ഞ് അതിനുശേഷം അതൊരു മെച്യൂർ എംബ്രിയോയിലോട്ട് പോകുന്നു. ഇനീഷ്യൽ സ്റ്റേജ് ഒക്കെ ഡൈക്കോട്ട് ആണെങ്കിലും മോണോകോട്ട് ആണെങ്കിലും സെയിം ആണെന്ന് പറയുന്നുണ്ട്. ഇനി ഇതും നമ്മൾ എന്താണ് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ മോണോകോട്ടില് പഠിച്ചിട്ടുണ്ട്. എന്താണ് മോർഫോളജിയില് ഗ്രാസ് ഫാമിലിയിൽ, അതായത് ആ മോണോകോട്ട് ഫാമിലിയില് മോണോകോട്ട് എന്ന് പറയാൻ കാരണം സിംഗിൾ കോട്ട്ലീഡ് എന്നുള്ളത് കൊണ്ടാണ്. ആ കോട്ട്ലീഡിന്റെ പേരെന്താന്ന് ഞാൻ അവിടെയും പറഞ്ഞിരുന്നു, ഇമ്പോർട്ടന്റ് ആണെന്ന്. ഇതാണ് സിംഗിൾ കോട്ട്ലീഡിന്റെ പേര്. കേട്ടല്ല? ഓക്കെ. നെക്സ്റ്റ് വരുന്ന സീഡ് ആണ്. ഒവ്യൂൾ എന്നാണ് സീഡ് ഡെവലപ്പ് ചെയ്യുന്നത്. മോർഫോളജിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. രണ്ട് തരത്തിലുള്ള സീഡ് ഉണ്ടാവും. മെച്യൂർ സീഡില് എൻഡോസ്പം ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. എനിഹൗ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോ എൻഡോസ്പെമിന്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ എൻഡോസ്പെം ചിലപ്പോൾ ഫുൾ ആയിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മെച്യൂർ സീഡിൽ അതിനെ കാണില്ല. അപ്പൊ അതിനെ എന്ത് വിളിക്കും? നോൺ ആൽബുമിനസ് എന്ന് വിളിക്കും. ഇനി അഥവാ മെച്യൂർ സീഡിൽ ഉണ്ട്, അതായത് ഫുൾ ആയിട്ട് എൻഡോസ്പെമിനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആൽബുമിനസ് സീഡ് എന്നും പറയും. എക്സാമ്പിളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോൺ ആൽബുമിനസ് ഓർ എക്സ് ആൽബുമിനസ് എക്സാമ്പിൾ വരുന്നത് പീ ഗ്രൗണ്ട് നട്ട് ആണ്. ആൽബുമിനസ് സീഡ്സിന് എക്സാമ്പിൾ പറയുന്നത് വീറ്റ്, മെയ്സ്, ബാർലി, കാസ്റ്റർ. മോർഫോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആൽബുമിനസിന് ഒരു എക്സാമ്പിളെ അവിടെ പറയുന്നുണ്ടായിരുന്നുള്ളൂ, കാസ്റ്റർ ആയിരുന്നു. ബാക്കി എക്സാമ്പിളും കൂടി നോക്കാം. ഇനി ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആ പർപ്പിൾ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ചില സീഡില് പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ന്യൂസിലസിനെ കാണാം. ന്യൂസിലസ് എന്താണെന്ന് നമുക്കറിയാം. ഒവിയോളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ടിഷ്യൂ ആണ് ന്യൂസിലസ്. ആ ന്യൂസിലസിന്റെ ഉള്ളിൽ നിന്നാണ് പിന്നെ എംബ്രിയോസാക്ക് ഒക്കെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ന്യൂസിലസിന്റെ റെമനൻസ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പെരിസ്പെം. പെരിസ്പെം എന്ന് പറയും. ദെൻ ഒവ്യൂള് സീഡ് ആവും, ഓവറി ഫ്രൂട്ട് ആവും. ഒവ്യൂളിന്റെ വോളിന് എന്ത് പറ്റും? ഈ ഒവ്യൂളിന്റെ വോൾ ആയിരുന്നു നമുക്കറിയാവുന്ന നമ്മുടെ ഇൻഡേഗ്യുമെന്റ്. സോ വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് ഇൻഡേഗ്യുമെന്റ്? ഇൻഡേഗ്യുമെന്റ് എന്ത് പറ്റുന്ന പറയുന്നത്? അത് ഹാർഡ് ആയിട്ട് എന്താവും? ദിസ് ഇൻഡേഗ്യുമെന്റ് വിൽ ബിക്കം ദ സീഡ് കോട്ട്. സി ഒവ്യൂള് സീഡ് ആവും. അങ്ങനെയാണെങ്കിൽ ഒവ്യൂളിന്റെ കോട്ടിംഗ് എന്തായിട്ട് മാറും? സീഡിന്റെ കോട്ടിംഗ് ആയിട്ട് മാറും, സീഡ് കോട്ട് ആയിട്ട് മാറും. മൈക്രോപൈല് ഇവിടെയും ഒരു ഓപ്പണിംഗ് ആയിരുന്നു, അവിടെയും ഒരു ഓപ്പണിംഗ് ആയിട്ട് തന്നെ തുടരും. കാരണം അതിലൂടെ വേണം സീഡ് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ചും വാട്ടർ എക്സ്ചേഞ്ചും ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട്. ഇനി ഓവറി ഫ്രൂട്ട് ആവുമ്പോൾ ഓവറിയുടെ വോൾ എന്തായിട്ട് മാറും? ഫ്രൂട്ടിന്റെ വോൾ ആയിട്ട് മാറും. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ദ പെരികാർപ്പ്. ഇതൊക്കെ നമ്മൾ മോർഫോളജിയിൽ പഠിക്കുന്നതാണ്, പെരികാർപ്പ്. ഇനി ഫ്രൂട്ട് ചിലപ്പോൾ ഫ്ലഷി ആവാം, ഡ്രൈ ആവാം. ഫ്ലഷി ഫ്രൂട്ട്സിന് എക്സാമ്പിൾ ആണ് ഗോവ, ഓറഞ്ച്, മാംഗോ. അതൊക്കെ ഡ്രൈ ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണ് ഗ്രൗണ്ട് നട്ട്, മസ്റ്റാർഡ്. ഇതൊക്കെ ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഫ്രൂട്ടിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഫാൾസ് ഫ്രൂട്ട്, ട്രൂ ഫ്രൂട്ട്, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ഞാനിതൊക്കെ ഒറ്റ പ്രാവശ്യം പറഞ്ഞു പോകുന്നത് നിങ്ങൾ +2 ഇപ്പൊ റീസെന്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞതായതുകൊണ്ടാണ് കേട്ടോ. ഫാൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ രീതിയിൽ ഫ്രൂട്ട് ഫോർമേഷൻ നടക്കേണ്ടത് ഓവറിയിൽ നിന്നാണ്. ഓവറിയാണ് ഫ്രൂട്ട് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. ബട്ട് ഇഫ് എനി അതർ പാർട്ട് അതർ ദാൻ ഓവറി ഡെവലപ്സ് ഇൻ ടു എ ഫ്രൂട്ട്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫാൾസ് ഫ്രൂട്ട്. ഓവറിൽ നിന്നാണെങ്കിൽ അതൊരു ട്രൂ ഫ്രൂട്ട് ആണ്. ഇനി അതല്ല വേറെ ഏതെങ്കിലും പാർട്ടിൽ നിന്ന് ഫ്രൂട്ട് ഫോർമേഷൻ നടക്കുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫാൾസ് ഫ്രൂട്ട്. അതിന് എക്സാമ്പിൾ ആണ് ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ. ആപ്പിൾ, സ്ട്രോബെറി ആൻഡ് കാഷ്യൂ. അവിടെ ഏത് ഭാഗമാണ് ഫ്രൂട്ട് ആയിട്ട് വരുന്നതെന്ന് ചോദിക്കാം. ഇറ്റ്സ് ദ തലാമസ്. സി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡയഗ്രാം ഉണ്ട് കേട്ടോ. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാം. ഡയഗ്രാം കൊടുത്തിട്ട് പാർട്സ് ചോദിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം.
Parthenocarpic fruits എന്താ? Parthenocarpy. Fruit develop without fertilization. Fertilization നടക്കാതെ ഫ്രൂട്ട് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ എങ്ങനെയുള്ളതായിരിക്കും? സീഡ് ഇല്ലാത്ത ഫ്രൂട്ട്സുകളായിരിക്കും. ഓക്കെ, സോ ഫ്രൂട്ട്സ് ഡെവലപ്പ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. എക്സാമ്പിൾ ബനാന. നമ്മൾ ഹോർമോൺസ് പഠിക്കുന്നുണ്ട്, അവിടെ പലയിടത്തും പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ നമുക്കറിയാം ഗ്രേപ്പ്, അങ്ങനെ കുറെ ഫ്രൂട്ട്സുകള് സീഡ്സ് ഇല്ലാണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പാർത്തനോകാർപ്പിക് ആയിട്ട്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ ഫ്രൂട്ട്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇസ് കോൾഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ഇനി ഇത് നിങ്ങൾ ടെക്സ്റ്റിലുള്ളതാണ്. സീഡ് വയബിലിറ്റി, പൊളൻ വയബിലിറ്റി പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം ഈ സീഡ് വയബിൾ ആയിട്ട് ഇരിക്കും. മന്ത്സ് ഉണ്ട്, ഇയേഴ്സ് ഉണ്ട്. അങ്ങനെ എടുത്തിട്ടുള്ള കുറച്ച് 2 സീഡിന്റെ കേസ് നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതൊന്ന് വായിച്ചു വെക്കുക. അവർ ചോദിക്കുവാണെങ്കിൽ പറയണം, ആൻസർ കൊടുക്കണം. ദ ഓൾഡസ്റ്റ് എന്ന് പറയുന്നത് ലുപ്പൈൻ അല്ലെങ്കിൽ ലുപ്പിനസിന്റെ ആണ്. ഇത് എവിടുന്ന് എക്സ്കവേറ്റ് ചെയ്തെന്ന് പറയുന്നത്? ആർട്ടിക് തുന്ദ്രേന്ന്. 10,000 ഇയേഴ്സിന് ശേഷം അത് ജെർമിനേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും വയബിലിറ്റി അത് കീപ്പ് ചെയ്തു. റീസെന്റ് റെക്കോർഡ് വരുന്നത് 2000 ഇയേഴ്സിന്റെ ആണ്. ഡേറ്റ് പാമിന്റെ, അത് എവിടുന്ന് എടുത്തിട്ടുള്ളത്? കിങ് ഹെറോഡ്സിന്റെ പാലസ് നിയർ ദ ഡെഡ് സീ. ഇപ്പൊ പൊളൻ വയബിലിറ്റി കൂടുതൽ ചോദിക്കാറുണ്ട്, ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ സീഡ് വയബിലിറ്റിയും അവർക്ക് ചോദിക്കാം. 2 സീഡാണ്. ഒന്ന് 10,000 ഇയേഴ്സ് പഴക്കം വരും, ശേഷം ജെർമിനേറ്റ് ചെയ്തതും, പിന്നെ ഒന്ന് 2000 ഇയർ ഓൾഡ് സീഡും. ഓക്കെ, അത് ഏതൊക്കെയാന്ന് ചോദിക്കുവാണെങ്കിൽ ആൻസർ ചെയ്യണം, കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയണം. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഇതാണ്. ഇനി അടുത്ത 2 ടോപ്പിക് ആണ് അപ്പോമിക്സിസും എംബ്രിയോണിയും. അപ്പോമിക്സിസ്, സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ശ്രദ്ധിക്കുക, കുറച്ച് നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ്, അത് പാർത്തനോകാർപ്പി. ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ പാർത്തനോകാർപ്പി. ഇവിടെ സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ അപ്പോമിക്സിസ്. സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇസ് കോൾഡ് അപ്പോമിക്സിസ്. അത് ഏതൊക്കെ ഫാമിലിയിലാണ് കാണുന്നതെന്ന് ചോദിക്കാറുണ്ട്. ആസ്ട്രേസിയെ ആൻഡ് ഗ്രാസസിന്റെ ഗ്രൂപ്പിലാണ് ഇത് കാണുന്നത്. ഇത് ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ട് ഇതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ശരിക്കും പറയുവാണെങ്കിൽ. പക്ഷെ അത് സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യുവാണ്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, സോ അതുകൊണ്ട് ബേസിക്കലി ഇറ്റ് ഇസ് എൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ, ബട്ട് ഇറ്റ് മിമിക്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പല രീതിയിലായിരിക്കും ഈ സീഡ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഒരു ഇൻ സം സ്പീഷീസ് എന്നവർ പറഞ്ഞു നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നത് എഗ് സാധാരണ രീതിയിൽ നമുക്ക് അറിയാം ഹാപ്ലോയിഡ് ആണെന്ന്, മിയോസിസ് കഴിഞ്ഞിട്ടാണ് അത് ഉണ്ടാകുന്നതെന്നും. പക്ഷെ ഇവിടെ മിയോസിസ് നടക്കാണ്ട് ഒരു ഡിപ്ലോയിഡ് എഗ് ഡയറക്റ്റ് എന്തായിട്ട് മാറുകയാണ്? എംബ്രിയോ ആയിട്ട് മാറുകയാണ്. ഇപ്പൊ ഡിപ്ലോയിഡ് എഗ് ആണ്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ എന്താ വരണ്ടേ? ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു എഗ്ഗും ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു മെയിൽ ഗാമേറ്റും ഫ്യൂസ് ചെയ്തിട്ട് വേണം ഡിപ്ലോയിഡ് ആയിട്ടുള്ള എംബ്രിയോ സൈഗോട്ട് ഫോം ചെയ്യും. And that should be further developing into embryo. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? മിയോസിസ് നടക്കാണ്ട് ഒരു ഡിപ്ലോയിഡ് എഗ് ഉണ്ടാവുകയാണ്. ആ എഗ് നേരെ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുവാണ്. സോ ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, പക്ഷെ സീഡ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. സോ ഇറ്റ് ഇസ് എൻ അപ്പോമിക്സിസ് എന്ന് പറയും. ബേസിക്കലി അതൊരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, ബട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് മിമിക്കിംഗ് ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ. പോളി എംബ്രിയോണി എന്താണെന്ന് ചോദിക്കാം. പോളി മീൻസ് മൾട്ടിപ്പിൾ അല്ലെ? ഒരു സീഡില് ഒന്നിൽ കൂടുതൽ എംബ്രിയോ കാണാം. അതാണ് എന്ത് പറയുന്നത്? പോളി എംബ്രിയോണി. ഒക്കുറൻസ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ. സാധാരണ രീതിയിൽ നമുക്കറിയാം ഒരു സീഡ്, ഒരു ഒവ്യൂള്, അതിൻ്റെ ഉള്ളിൽ ഒരു എംബ്രിയോ സാക്ക്, അതിൻ്റെ ഉള്ളിൽ ഒരു എഗ്, അത് ഒരു എംബ്രിയോ ആയിട്ട് മാറുക. ഇതാണ് സാധാരണ രീതിയിൽ. പക്ഷെ ഇവിടെ എംബ്രിയോ സാക്കിന് ചുറ്റുമുള്ള ന്യൂസിലസ്, നമുക്കറിയാം എംബ്രിയോ സാക്ക് എന്താണെന്ന് അറിയാം. ഒന്നും കൂടി ആലോചിക്കുക. ഓവറിയുടെ ഉള്ളിൽ ഒരു ഒവ്യൂൾ ഉണ്ടെന്ന് ഇതാണെന്ന് വിചാരിക്കുക. ഈ ഒവ്യൂളിന്റെ ഉള്ളില് ഒരു എംബ്രിയോ സാക്ക് ഉണ്ട്. ഈ എംബ്രിയോ സാക്കിന് ചുറ്റുമുള്ള സെൽസിനെയാണ് നമ്മൾ ന്യൂസിലസ് എന്ന് പറയുന്നത്. എംബ്രിയോ സാക്കിന്റെ ഉള്ളിലുള്ള എംബ്രിയോ കൂടാതെ ചുറ്റുമുള്ള ന്യൂസിലസ് കൂടി എന്തായിട്ട് മാറുവാണ്? എംബ്രിയോ ആയിട്ട് മാറുകയാണ്. Some of the nucellus cells surrounding the embryo sac start dividing, protrude into the embryo sac and develop into the embryos. In such species, ovule contains many embryos. ഇത് കാണുന്നത് എവിടെയാണ്? സിട്രസിലും മാംഗോയിലും. സിട്രസ് ആൻഡ് മാംഗോ. And this phenomena where you can see multiple or more than 1 embryo in a seed is called polyembryony. Okay? Any questions on okay?
വേഗം ആൻസർ ചെയ്യാം. ഇതുവരെ എനിക്ക് ഒരു റിപ്ലൈയും കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ഗിവ് മീ റിപ്ലൈ. In an angiosperm, the haploid, diploid, and triploid structures of a fertilized embryo sac sequentially are. Option B. ആൾക്കാരുണ്ടല്ലോ അവിടെ. പറഞ്ഞോളൂ, ഏതാണ്? 1 second. Option B. Option B. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? നിങ്ങളോട് ചോദിക്കുന്നത് ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്, ട്രിപ്ലോയിഡ് അതെടുക്കാനാ. സോ ആന്റിപോഡലും സിനർജിറ്റ്സും എന്താണ്? ഹാപ്ലോയിഡ് ആണ് അല്ലെ. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡോ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് സിനർജിറ്റ്സ് ഒക്കെ ഹാപ്ലോയിഡ് ആണ്, സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്, ട്രിപ്ലോയിഡ് എൻഡോസ്പേം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡ് ആണ്, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഓക്കെ, ആൻസർ വരാൻ പോകുന്നത് ബി. Which part of the fruit labeled in the given fruit makes it a false fruit? See, apple ന്റെ ഇത് നിങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് false fruit ആവാൻ കാരണം എന്നാ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുന്ന false fruit ആപ്പിൾ, കാഷ്യൂ, സ്ട്രോബെറി ആണ് അല്ലെ. അതിൽ അവർ പറഞ്ഞിരിക്കുന്ന റീജൻ ഏതായിരുന്നു? തലാമസ്. തലാമസ്. ഇതിൽ എൻഡോകാർപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രൂട്ട് ബോളിന്റെ ഇന്നർ ആണ്. മീസോകാർപ്പ് ഫ്രൂട്ട് ബോളിന്റെ മിഡിൽ ലെയർ ആണ്. സീഡ്. അപ്പൊ തലാമസ് ആണ് ആൻസർ. ഇനി ഇതിൽ ഏതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് പറയുമ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഒന്ന് കറക്റ്റ് ചെയ്തേ ആ സ്റ്റേറ്റ്മെന്റ്. ഓവ്യൂൾ ഡെവലപ്പ് ഇൻടു അത് കറക്റ്റ് ചെയ്യോ ആ സ്റ്റേറ്റ്മെന്റ്? വാട്ട് ഈസ് റോങ് ഇൻ ഇറ്റ്? ഓവ്യൂൾ ഡെവലപ്പ് ഇൻ എംബ്രിയോ എന്ന് പറയുന്നുണ്ട്. അതിൽ എന്താ തെറ്റുള്ളത്? ഓവറി ഫ്രൂട്ട് ആവും. ഓവറിയുടെ ഉള്ളിൽ ഓവ്യൂൾ എന്താ ആവേണ്ടത്? ഫ്രൂട്ടിന്റെ ഉള്ളിൽ എന്താ നിങ്ങൾക്ക് കിട്ടുക? സീഡ് അല്ലേ? ഓവറി ഫ്രൂട്ട് ആവുകയാണ്, ഒവ്യൂള് സീഡ് ആവണം. ആ സീഡിന്റെ ഉള്ളിലുള്ള സൈഗോട്ട് ആണ്, ആ സൈഗോട്ട് ആയത് ഒവ്യൂളിന്റെ ഉള്ളിലുള്ള എംബ്രിയോ സാക്കിലുള്ള എഗ് ആണ് പിന്നെ ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് ആകുന്നത്. സൈഗോട്ട് ആണ് എംബ്രിയോ ആവുന്നത്. സോ ഒവ്യൂള് ഡെവലപ്പ് ചെയ്യുന്നത് സീഡ് ആയിട്ടാണ്. ഇതെന്താ? ഇതിന്റെ ആൻസർ പറയും. ഇത് 2019 ക്വസ്റ്റ്യൻ ആണ്. 2019 ക്വസ്റ്റ്യൻ ആണ് ആ ഫോർത്ത് ഇരിക്കുന്നത്. ഫീമെയിൽ ഗാമേറ്റ് ഡെവലപ്സ് ഇൻടു ഏത് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ബി നമുക്ക് എന്താ? ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ് കേട്ടോ. ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ് എന്ത്? പാർത്തനോകാർപ്പി. ഇത് ആക്ച്വലി നിങ്ങൾ ഈ പാർത്തനോജെനിസിസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ പഠിക്കുന്നുണ്ടല്ലോ. ഹണിബിയുടെ കേസ് പറയുമ്പോ ഇല്ലേ, ഫീമെയിൽ ഗാമേറ്റ് മെയിൽ ബീസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പാർത്തനോജെനിസിസ് അല്ലേ പറയുന്നത്. സോ ഫീമെയിൽ ഗാമേറ്റ് ഡെവലപ്സ് ഇൻടു എംബ്രിയോ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് പാർത്തനോജെനിസിസ്. അടുത്തത് പെർസിസ്റ്റന്റ് ന്യൂസിലസ്. ഇമ്പോർട്ടന്റ് ആണ്. പെരിസ്പേം. തെറ്റിക്കരുത്. ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് വളരെയധികം ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. What is the fate of male gametes discharged in the synergate? What is the fate of male gamete discharged in the synergate? Male gametes എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഇതിനെന്താ പറ്റുന്നത്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. One fuses with the egg and the other fuses with the ഓപ്ഷൻ സി യോ? ഹലോ, സിനർജിക് ന്യൂക്ലിയസ് ആയിട്ടാണോ ഫ്യൂസ് ചെയ്യുന്നത്? എവിടെയാ ഫ്യൂസ് ചെയ്യുന്നത്? ഒരാളെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും, മറ്റാൾ എന്താ ചെയ്യുന്നത്? പോളാർ ന്യൂക്ലിയായിട്ടല്ലേ ഫ്യൂസ് ചെയ്യുന്നത്? സെൻട്രൽ സെൽ ന്യൂക്ലിയായിട്ടല്ലേ ഫ്യൂസ് ചെയ്യുന്നത്? അങ്ങനെയല്ലേ ട്രിപ്ലോയിഡ് ഉണ്ടാകുന്നത്? ഏതാ ആൻസർ വരിക? One fuses with the egg and the other fuses with the central cell nuclei. Polar nuclei ആയിട്ട് ഫ്യൂസ് ചെയ്യും. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് ചാടിക്കയറി ആൻസർ ചെയ്യരുത്. ഓപ്ഷൻ മുഴുവൻ വായിച്ചു നോക്കണം കേട്ടോ.
Double fertilization is double fertilization. Double fertilization. Diffusion. ഏതാണ്? Option C. Option C. Zingami and triple fusion. The morphological nature of the edible part of coconut. Coconut le edible part നമ്മൾ കഴിക്കുന്നത് actually എന്താണ്? Endosperm. Endosperm. Double fertilization is exhibited by double fertilization ആരുടെ unique nature ആണ്? Angiosperm. നിങ്ങൾ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന flowering plants അല്ലേ? Angiosperms. Which of the following statement is not correct? Pollen germination ഉം pollen tube ന്റെ growth ഉം regulate ചെയ്യുന്നത് chemical components ആണ്. ശരിയാണ്. pollen വന്ന് land ചെയ്തതിനു ശേഷം അത് right type ആണോ wrong type ആണോ എന്നൊക്കെ തിരിച്ചറിയുന്നത് ഇവർ തമ്മിലുള്ള ഒരു interaction ആണ്. ആ interaction mediate ചെയ്യുന്നത് chemicals ആണ്. അടുത്തത് pollinating agents ആയിട്ട് ചില reptiles വരെ report ചെയ്തിട്ടുണ്ട്. reptiles വരെ pollinators ആയിട്ട് ആക്ട് ചെയ്യുന്ന പ്ലാന്റുകൾ ഉണ്ട്. Continued self pollination നടന്നു കഴിഞ്ഞാൽ inbreeding depression കൂടുകയാണോ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്? Inbreeding depression എന്ന് പറയുന്നത് എന്താ പറയാ ഹോമോസൈഗോസിറ്റി കൂടുകയാണ്. അതായത് ലൈക് സെൽഫ് പോളിനേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ? വേരിയേഷൻസ് വരില്ല. വേരിയേഷൻസ് വരാണ്ടാവുമ്പോ ക്വാളിറ്റി കുറഞ്ഞു വരും. വേരിയേഷൻ വരുമ്പോഴല്ലേ പുതിയ കോമ്പിനേഷൻസ് വന്ന് പുതിയ ഡെവലപ്മെന്റ് എവല്യൂഷൻ നടക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ പറയുന്ന ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അതിന്റെ ക്വാളിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ സെൽഫ് പോളിനേഷൻ ഇൻക്രീസസ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ആണ്. മനസ്സിലായോ? ഓക്കെ. സെൽഫ് പോളിനേഷൻ നടക്കുമ്പോൾ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതേ വെറൈറ്റി ആയിട്ട് തന്നെയാണ് വീണ്ടും ഫെർട്ടിലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടിന്യൂഡ് സെൽഫ് പോളിനേഷൻ. I'll show you the statement. Outbreeding device ൽ കൊടുത്തിട്ടുണ്ട്. Continued self pollination what the resulting inbreeding depression. Self pollination അതേ വെറൈറ്റി ആയിട്ട് നടക്കുമ്പോൾ വേരിയേഷൻസ് വരില്ല. അപ്പൊ അത് അതിന്റെ ക്വാളിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. ഓക്കെ. അടുത്തത് which of the following is dioecious? ഇത് ഞാനിപ്പോ പറയുന്നില്ല, നിങ്ങളുടെ എന്താണ് ടെക്സ്റ്റിൽ കിടക്കുന്ന എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ഇതിലിപ്പോ ഡയോഷ്യസ് എന്ന് പറയുന്നത് പപ്പായനെയാണ്. ടെക്സ്റ്റിൽ കണ്ടിട്ടുള്ളതല്ലേ? ഈവൻ ഞാൻ ഇവിടെയും എക്സാമ്പിൾ കൊടുത്തിരുന്നു. ടെക്സ്റ്റിലുണ്ട് കേട്ടോ. അത് ഡയോഷ്യസ് എന്താണ് മൊണോഷ്യസ് എന്താണെന്നുള്ള എന്റെ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കേണ്ട വേണം. എനിക്ക് തോന്നുന്നു ഡയോഷ്യസിന് ഒരു എക്സാമ്പിളേ കൊടുത്തിട്ടുള്ളൂ, പപ്പായ മാത്രം. മൊണീഷ്യസിന്റെ എക്സാമ്പിൾ ആയിട്ട് കാസ്റ്ററും മെയ്സും ആണ് പറയുന്നത്. പിന്നെന്താണെന്നറിയോ, പൈനസ് ഞാൻ കൊടുത്തിരിക്കുന്നത് പ്ലാന്റ് കിങ്ഡത്തിൽ നിന്നാണ്. പ്ലാന്റ് കിങ്ഡത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് പൈനസ് മൊണീഷ്യസ് ആണ്, നമ്മുടെ സൈക്കസ് ഡയോഷ്യസ് ആണെന്ന് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അത് രണ്ടും കൂടി മിക്സ് ചെയ്തതാണ്. അവരങ്ങനെ ചോദിക്കാറുണ്ട്. The structure that guides the entry of pollen tube into synergids. Synergidsലോട്ട് pollen tube entry ഗൈഡ് ചെയ്യുന്നത് ആരാണ്? Filiform apparatus. Yes. After entering the one of the synergids, the pollen tube releases the two male gametes into the cytoplasm of. So ഒരു കാര്യം ശ്രദ്ധിക്കുക, pollen tube കാര്യം അവർക്ക് ഫെർട്ടിലൈസ് ചെയ്യേണ്ടത് എഗ് ആയിട്ടാണെങ്കിലും എഗ്ഗിലോട്ടല്ല pollen tube കയറുന്നത്, സിനർജിഡ്സിലോട്ടാണ് വരുന്നത്. അതിനുശേഷം ആ രണ്ട് മെയിൽ ഗാമേറ്റിനെ എവിടോട്ടാണ് അത് റിലീസ് ചെയ്യുന്നത്? ഇതൊക്കെ ചെറിയ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ കുറച്ച് എന്താണ് ഡീറ്റെയിൽ നോട്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ ഏത് ആൻസർ ഓർക്കാൻ പോന്നെ? എവിടോട്ടാണ് മെയിൽ ഗാമേറ്റിനെ റിലീസ് ചെയ്യുന്നത്? ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഡബിൾ ഫെർട്ടിലൈസേഷൻ ആദ്യത്തെ ലൈനായിരിക്കും.
ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ആദ്യത്തെ ലൈൻ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കി നോക്കിയേ. They will be released into the cytoplasm of synergids എന്നല്ലേ കൊടുക്കുന്നത്? synergids. പഠിക്കാണ്ട് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ എക്സൽ എന്നൊക്കെ എഴുതാൻ തോന്നും, പക്ഷെ ടെക്സ്റ്റിൽ എന്താ കൊടുത്തിരിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, synergids. സിംഗമി എന്താണെന്ന് ഇനി പറയണ്ടല്ലോ. സിംഗമി one male gamete with one egg. അത് തന്നെ. ഈ എനർജിയിൽ പറയണേ ആൻസറുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അടുത്തത് ശരിയാണോ? എൻഡോസ്പം എംബ്രിയോ ഡെവലപ്മെന്റ് മുമ്പ് നടക്കില്ലേ? അതിനുള്ളിൽ മുഴുവൻ ന്യൂട്രിയൻസ് ആണ്. എംബ്രിയോനോട് എടുത്തോളാൻ പറയുവാണ്. സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ യു ക്യാൻ യൂസ് ദിസ്. അതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻ ആണ് എൻഡോസ്പം എന്ന് പറയുന്നത്. അടുത്തത് ഒരു മിനിറ്റ്. നോൺ ആൽബുമിനസ് 23 ഒന്ന് ആൻസർ ചെയ്ത. 23 ബാക്കിയൊക്കെ ടെക്സ്റ്റിലുള്ള അതേ സ്റ്റേറ്റ്മെന്റുകളാണ് കേട്ടോ. ദാറ്റ്സ് വൈ ഞാനത് നിങ്ങൾക്ക് ഇത് ഹാഫ് ആൻ അവർ മുമ്പ് തന്നിരുന്നല്ലോ, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. 23 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. Option D. എന്താണ് ഓപ്ഷൻ D. യെസ്. എന്താ അവിടെ റോങ് വരുന്നത്? കുറച്ച് മിനിറ്റ്സ് ഒന്നും അല്ല സീഡ് നിൽക്കുന്നത് അല്ലെ, മന്ത്സോ ഇയേഴ്സോ നിൽക്കും. വർഷങ്ങളോളം പഴക്കം ചെന്ന സീഡ് വരെ നമ്മൾ കിട്ടിയിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. ഓക്കെ കണ്ടോ, ഇപ്പൊ ഇവിടെ ഞാൻ ചോദിക്കുന്നത് 2000 ഇയർ ആണ്. നിങ്ങൾക്ക് രണ്ട് സീഡിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഒന്ന് ലുപ്പിനസിന്റെയും ഒന്ന് ഡേറ്റ് പാമിന്റെയും ആണ്. അപ്പൊ അതിൽ ഏതാണ് 10,000 ഏതാണ് 2000 എന്ന് നിങ്ങൾക്ക് ഓർത്ത് വെക്കണം. ഏതാ 2000ന്റെ? Date palm. യെസ്. ഫ്രൂട്ട് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ? പാർത്തനോകാർപ്പി. യെസ്. അപ്പോമിക്സിസ് എന്താ? Seed without fertilization. സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. കറക്റ്റ്. ഇത്രയാണ്. ഓക്കെ. നിങ്ങൾ +2 കഴിഞ്ഞ കുട്ടികളല്ലേ ഇപ്പൊ? നിങ്ങളോടായിട്ട് സ്പെഷ്യൽ ആയിട്ട് പറയുവാണ്, +2 ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ് ബോർഡ് എക്സാമിന്. അപ്പൊ എക്സാമിന് പോകുമ്പോൾ +2 എന്തായാലും നന്നായിട്ട് പഠിച്ചിട്ട് പോവാ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ, ഒരാഴ്ചയും കൂടെ ഉള്ളൂ. അതേപോലെ പ്രീവിയസ് ഇയർ ചെയ്യാം, പ്രീവിയസ് ഇയർ ഒക്കെ ചെയ്യാം. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു ലാസ്റ്റ് 8 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് 8 ഇയേഴ്സിന്റെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ക്വസ്റ്റ്യൻ വരുന്ന രീതി എന്താണെന്നും. പിന്നെ പലപ്പോഴും പല ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുവാണ്. ഓക്കെ. ബയോളജിയിൽ ആക്ച്വലി നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ബേസ് ആവും നീറ്റില്. ഞാൻ അടുത്തത് ബയോടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് ബയോടെക്നോളജി. ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നല്ല തറോ ആയിട്ടുള്ള ചാപ്റ്റർ ആണോ? നല്ല തറോ ആയിട്ടുള്ള ചാപ്റ്റർ ആണോ? ശരിക്കും പറഞ്ഞത് ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. ഇതിന്റെ കുറെ കാര്യങ്ങൾ പലയിടത്തായിട്ട് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കിടക്കുവാണ്. ഇത് തറോ ആയിട്ടുള്ള ചാപ്റ്റർ ആണോ എന്ന് ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താൽ മതിയോ, ഓർ യു ജസ്റ്റ് വാണ്ട് എ സമ്മറി ഓഫ് ദി തിയറി? അതറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. സമ്മറി വേണോ? ഓക്കെ, അതറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. എന്താണ് ഈ ചാപ്റ്ററിൽ നടക്കുന്നതെന്നുള്ള കാര്യത്തിന് ഒരു ഐഡിയ ഉണ്ടോ? What you are going to learn? നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. ബയോടെക്നോളജിയിൽ എന്താ ബയോടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോ ടെക്നോളജി. ബയോ എന്ന് പറയുമ്പോൾ ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസത്തിനെ നമ്മൾ നമ്മുടെ ഹ്യൂമൻ സർവീസിന് വേണ്ടി യൂസ് ചെയ്യാണ് ബയോടെക്നോളജിയിൽ. ലൈവ് ഓർഗാനിസത്തിന്, മൈക്രോ ഓർഗാനിസത്തിന്, ബാക്ടീരിയ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുവാണ്. അതാണ് ബയോടെക്നോളജിയിൽ വരുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആന്റിബയോട്ടിക് ഉണ്ടാക്കലായിരിക്കാം, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ നമ്മളെ അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കലായിരിക്കാം. സോ സംഹൗ മൈക്രോ ഓർഗാനിസത്തിനെയോ അല്ലെങ്കിൽ അതർ ലിവിങ് ഓർഗാനിസത്തിനെയോ ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടി യൂസ് ചെയ്യാം. അതാണ് ബയോടെക്നോളജിയിൽ മെയിൻ ആയിട്ട് നടക്കുന്നത്. ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫില് പണ്ട് നമ്മൾ ബയോടെക്നോളജി എന്ന് പറയുന്നത് എന്താണെന്നും, അതായത് ഇപ്പൊ പാല് തൈരാക്കുന്നത് അതും ബയോടെക്നോളജിയിൽ വരുന്ന ഒരു കാര്യമാണെന്നും, പിന്നെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബയോടെക്നോളജിയിൽ നമുക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അതൊക്കെ തിയറിയാണ്, പ്യുവർ തിയറി.
അതിനുശേഷം പറയേണ്ടത് നമ്മൾ ഇന്നത്തെ കാലത്ത് കുറച്ച് റീസെന്റ് ആയിട്ട് ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് നിൽക്കുന്ന ബ്രാഞ്ച് എന്ന് പറയുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, ഇപ്പൊ മോഡേൺ ബയോടെക്നോളജിയിൽ വരുന്ന രണ്ട് കോർ ടെക്നിക്കുകളാണ്. ഒന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗും പിന്നൊന്ന് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗും. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന്റെ ജനറ്റിക് മെറ്റീരിയലിനെ ഓൾട്ടർ ചെയ്യാം. എവ്രി വൺ ഹാസ് എ DNA. DNA എന്ന് ഞാൻ പറയുന്നില്ല, ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. DNA ആവാം, RNA ആവാം, കൂടുതലും ഏതാണ്? DNA ആണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ച് വരുത്തുക. ചേഞ്ച് വരുത്തുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു എന്താണ് എന്തെങ്കിലും പുതിയൊരു DNA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കാം, ഒരു ഫോറിൻ ജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെയെങ്കിലും നമ്മൾ അതിന്റെ ഓൾട്രേഷൻ വരുത്തിയിട്ട് അതിന്റെ ഫീനോടൈപ്പിൽ ചേഞ്ച് വരുത്താം. ഫീനോടൈപ്പ് എന്താ? ജീനോടൈപ്പും ഫീനോടൈപ്പും നമുക്കറിയാം. ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ആ ഒബ്സർവബിൾ ക്യാരക്ടർ ആണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാ? ജീനോടൈപ്പ് ആണ്. DNA ജനറ്റിക് മെറ്റീരിയലും ആണ്. ഇപ്പോൾ ജനറ്റിക് മെറ്റീരിയലിൽ ചേഞ്ച് വന്നാൽ ഒബ്വിയസ്ലി അത് എവിടെയും റിഫ്ലക്ട് ചെയ്യും, ഫീനോടൈപ്പിലും റിഫ്ലക്ട് ചെയ്യും. ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇതേപോലെ ഓൾട്ടർ ചെയ്തിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെയോ മറ്റോ നമുക്ക് ലാബില് ലാർജ് സ്കെയിൽ ആയിട്ടോ മറ്റോ നമുക്ക് വളർത്താം. കൾച്ചർ ചെയ്യാന്നാണ് അതിന് പറയാം. അങ്ങനെ കൾച്ചർ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയ അപ്പാരറ്റസുകളൊക്കെ ഉണ്ടായിരിക്കും. ഇനി അത് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള ആള് മാത്രമേ അതിൽ ഗ്രോ ചെയ്യാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ്, ടെമ്പറേച്ചർ, pH എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കണ്ടാമിനേഷൻ ഒഴിവാക്കുക. അങ്ങനെ വളരെ സ്റ്റെറൈൽ ആയിട്ട് നമ്മൾ അതിനെ ഗ്രോ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ അതിനെ ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇതൊരു ഈക്കോളൈ ആണെന്ന് വിചാരിക്കാം. ആ ഈക്കോളൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ നമുക്കറിയാവുന്നതാണ്. ത്രൂ ഔട്ട് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കൊണ്ട് നമുക്കൊരു ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാം. അങ്ങനെ ഒരു ഉദ്ദേശം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഈക്കോളൈ എന്ന് വിചാരിക്കാം. ഈ ഈക്കോളയുടെ DNA നമ്മൾ ആദ്യം ഒരു ചേഞ്ച് വരുത്തുന്നു, ഒരു ഓൾട്രേഷൻ വരുത്തുന്നു, ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയും. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇദ്ദേഹത്തെ വലിയൊരു റിയാക്ടറിൽ ഇട്ട് ഈ ഒരുപാട് ഈക്കോളൈനെ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാം. അപ്പൊ ഈക്കോളൈനെ നമ്മൾ ലാബിൽ കൾച്ചർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിന് ഒരുപാട് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യണം, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള pH കൊടുക്കണം, ടെമ്പറേച്ചർ കൊടുക്കണം, എല്ലാം ചെയ്യണം. അത് മാത്രമല്ല, ഇവിടെ ഈ ഒരു അപ്പാരറ്റസിൽ ഈക്കോളൈ മാത്രമേ ഗ്രോ ചെയ്യാൻ പാടുള്ളൂ. വേറെ ഒരു കണ്ടാമിനേഷനും നമുക്ക് പാടില്ല. സോ വി ഹാവ് ടു കീപ് or maintain the sterile ambience. Clear ആണോ? Enable the growth of only the desired. ഇതൊക്കെയാണ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗിൽ വരുന്നത്. ഇത് രണ്ടുമാണ് ബയോടെക്നോളജിയിലെ രണ്ട് കോർ ടെക്നിക് എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റെപ്പ് കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നു കേട്ടോ. ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ ഇതുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവർ ബോണസ് മാർക്ക് കൊടുത്തു തോന്നുന്നു. ഈ സ്റ്റെപ്പ് ഓർഡർ ചോദിച്ചിരുന്നു. നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങളാണ് ഇപ്പൊ ഒരു സയന്റിസ്റ്റ് എന്നുണ്ടെങ്കിൽ ഈക്കോളൈനെ കൊണ്ട് ഈക്കോളൈനെയാണ് നിങ്ങൾ ഇവിടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈക്കോളൈ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഹോസ്റ്റ്. അദ്ദേഹത്തിനെയാണ് നിങ്ങൾ എന്തോ ചേഞ്ച് വരുത്താൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ കാര്യങ്ങള്? ഒരു ഫോറിൻ DNA അല്ലെങ്കിൽ ഒരു ഈക്കോളൈയുടെ അല്ലാത്ത ഒരു ജീനിനെ നമ്മൾ ഈക്കോളൈയിലോട്ട് കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യം എന്ത് വേണ്ടി വരും? ആ ജീനെ നമ്മൾ എടുക്കണം അല്ലെ? ഫോറിൻ DNA നമ്മൾ എടുക്കണം. ഫോറിൻ DNA നേരിട്ട് ഈക്കോളൈയിലോട്ട് കൊടുക്കാൻ പറ്റില്ല, കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫോറിൻ DNA ഒരു മീഡിയേറ്ററിന്റെ കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ ഈക്കോളൈയിലോട്ട് കൊടുക്കുക. ആ മീഡിയേറ്റർ ആണ് ആര്? നമ്മുടെ വെക്ടർ എന്ന് പറയുന്ന ആള്. ഫോറിൻ DNAയും വെക്ടറും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റീകോമിനന്റ് DNA എന്ന് പറയുന്നത്. റീകോമിനന്റ് DNA എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് ഡിഫറെന്റ് സോഴ്സിൽ നിന്നുള്ള DNAയുടെ ഒരു കോമ്പിനേഷൻ. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഫോറിൻ DNA ഉണ്ട്, ഫോറിൻ DNA ഉണ്ട്, വെക്ടർ DNA ഉണ്ട്. അങ്ങനെ രണ്ട് സോഴ്സിൽ നിന്നുള്ള DNA മിക്സ് ആവുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് റീകോമിനന്റ് DNA. ആ റീകോമിനന്റ് DNAയാണ് നമ്മൾ ഹോസ്റ്റിലോട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിനെ കൾച്ചർ ചെയ്ത് അത് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ ഈക്കോളൈ ഉണ്ടാകും. ക്ലിയർ ആണോ? ശരിയല്ലേ? ഇതിലൊരു സ്റ്റെപ്പ് ഞാനിപ്പോ പറഞ്ഞില്ല. ആ ഐസൊലേഷൻ ഓഫ് DNA എന്ന് പറയുന്ന സ്റ്റെപ്പ് നോക്കാം. ഫോറിൻ DNA കിട്ടുന്നതിന് മുമ്പ് ഒരു ഐസൊലേഷൻ ഓഫ് DNA ഉണ്ട്. അതായത് ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. ഞാൻ ഈ പേജിൽ പറയുന്നതേ ഉള്ളൂ കേട്ടോ, എനിക്ക് ഇവിടെ സ്ഥലം ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നതാണ്. എന്താണ്, ഇതൊരു ഈക്കോളൈ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ഒരു ഈക്കോളൈ.
ഈക്കോളിനെ കൊണ്ട് ഇൻസുലിൻ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ, കേട്ടുപരിചയം ഉണ്ടാവുമല്ലോ ഇല്ലേ? ആ, ഈക്കോളിനെ കൊണ്ട് ഇൻസുലിൻ ഉണ്ടാക്കിയിരിക്കണം. കാരണം ഡയബറ്റിക് പേഷ്യൻസ് ആണ്. അപ്പൊ എല്ലാവർക്കും ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയധികം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഈക്കോളിനെ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഹ്യൂമണിൽ നിന്നും ഹ്യൂമന്റെ ഇൻസുലിൻ ജീനിനെ ഈക്കോളയിലോട്ട് കൊടുക്കണം. ഹ്യൂമണിൽ നിന്നല്ല, ഹ്യൂമന്റെ ഇൻസുലിൻ ജീന് ഈക്കോളയിലോട്ട് കൊടുക്കണം. ഇനി അതല്ല വേറെ ഏതെങ്കിലും ജീനാണെന്ന് വിചാരിക്കുക, വേറെ ഏതെങ്കിലും ഒരു ബാക്ടീരിയയുടെയോ വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെയോ ജീൻ എടുത്തിട്ട് ഈക്കോളയ്ക്ക് കൊടുക്കണം എന്ന് വിചാരിക്കാം. എവിടുന്നാണോ ആ ഫോറിൻ DNA നമ്മൾ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ്, അത് ആ ഫോറിൻ ഓർഗാനിസത്തിന്റെ സെല്ലിന്റെ ഉള്ളിലല്ലേ ഇരിക്കുന്നുണ്ടാവാ? സെല്ലിന്റെ ഉള്ളില് ന്യൂക്ലിയസിന്റെ ഉള്ളിലായിരിക്കും ഇരിക്കുന്നുണ്ടാവാം. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് ഒരു ഓർഗാനിസം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു ഓർഗാനിസം 1, ഇത് ഓർഗാനിസം 2. ഈ ഫസ്റ്റ് ഓർഗാനിസത്തിന്റെ ഒരു DNA എടുത്ത് ഈക്കോളയിലോട്ട് കൊടുക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, ഫസ്റ്റ് ഓർഗാനിസത്തിന്റെ ഈക്കോളി എന്ന് പറയുന്നതിന് അതിന്റെ സ്വന്തമായിട്ടൊരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അതോടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഈ ഓർഗാനിസത്തിന്റെ ജനറ്റിക് മെറ്റീരിയലിൽ നിന്നും ഒരു ചെറിയ പീസ് എടുത്ത്, ഒരു ചെറിയ DNA എടുത്ത് ഈ ഈക്കോളയിലോട്ട് കൊടുക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഈ സെല്ലിൽ നിന്നും, ഫസ്റ്റ് സെല്ലിൽ നിന്നും നമുക്ക് അതിന്റെ DNA ഐസൊലേറ്റ് ചെയ്തെടുക്കണം. അതായത് ഇവിടുന്ന് അതിന്റെ DNA ഐസൊലേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അവിടുന്ന് അതിന്റെ DNA ഐസൊലേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിന്റെ DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്, അല്ലാതെ ഫുൾ ജനറ്റിക് മെറ്റീരിയലിനെ ഈക്കോളയിലോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് നമ്മുടെ വേണ്ട ക്യാരക്ടർ എന്താണോ, ഏത് ക്യാരക്ടർ ആണോ നമ്മൾ ഈക്കോളയിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്, ഏത് ഫംഗ്ഷൻ ആണ് ഈക്കോളയ്ക്ക് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്, അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീനെ മാത്രം മതി നമുക്ക്. അപ്പൊ ആ ഒരു പീസ് മാത്രം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടി നമ്മൾ ഈ ഹോൾ DNA നമ്മൾ കട്ട് ചെയ്യും. എന്നിട്ട് ഒരു പീസ് എടുത്ത് ആ പീസിനെ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വേറൊരാളുടെ കയ്യിൽ വെച്ച് കൊടുക്കും. ആ വേറൊരാൾ എന്ന് പറയുന്നത് ഇവിടെ ആരെയാ? വെക്ടറിനെയാണ് അല്ലെ? വേറെ ആളെന്ന് നമ്മൾ പറയുന്നത് വെക്ടറിനെയാണ്. ലെറ്റ് മീ ഡ്രോ ഇറ്റ് വിത്ത് സം അതർ കളർ കേട്ടോ. ഞാൻ വേറെ കളർ വെച്ച് വരയ്ക്കട്ടെ. ഓക്കെ, വെക്ടറിനെയാണ് നമ്മൾ, ഇതൊക്കെ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ, ഞാൻ വരയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വരയ്ക്കാത്തതാണ്. ഒരു വെക്ടറിന്റെ കയ്യിൽ വെച്ച് നമ്മൾ കൊടുക്കും. വെക്ടറും നമുക്ക് വേണ്ട ഫോറിൻ DNA കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റീകോംബിനന്റ് DNA എന്ന് വിളിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് റീകോംബിനന്റ് DNA. ഈ റീകോംബിനന്റ് DNA-നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈക്കോളയിലോട്ട് കൊടുക്കുന്നത്. ഇതല്ലേ നടക്കുന്നേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമ്മുടെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഈക്കോളയാണ്. ഈക്കോളയിനെ കൊണ്ട് നമുക്ക് എന്തോ പുതിയൊരു കാര്യം ചെയ്യിപ്പിക്കണം. ഈക്കോള ഏത് കാര്യം ചെയ്യിപ്പിക്കണമെങ്കിലും, ഏത് ക്യാരക്ടർ കാണിക്കണമെങ്കിലും അതിന് അവിടെ ഒരു ജീൻ വേണം. ഈക്കോളയ്ക്ക് ആ ജീൻ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ജീൻ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് എടുത്ത് ഈക്കോളയ്ക്ക് കൊടുക്കണം. ആ ജീൻ ഇരിക്കുന്നുണ്ടാവുക വേറെ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയുടെ ഉള്ളിലായിരിക്കും, വേറെ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന്റെ സെല്ലിന്റെ ഉള്ളിലായിരിക്കും. സെല്ലിന്റെ ഉള്ളിൽ തന്നെ അതിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ ആദ്യം തന്നെ ആ ഓർഗാനിസത്തിന്റെ ഹോൾ DNA നമ്മൾ പുറത്തോട്ട് എടുത്തു. അതിനുശേഷം നമുക്ക് വേണ്ട ജീൻ ഏതാണോ ആ ഒരു പാർട്ട് മാത്രം നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കണം. അതിന് നമ്മൾ കട്ട് ചെയ്തെടുക്കും. കട്ട് എടുത്തതിന് ശേഷം നേരിട്ട് ഈക്കോളയിലേക്ക് കൊടുത്തിട്ട് കാര്യമില്ല, അത് റെപ്ലിക്കേറ്റ് ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ ഒരു മീഡിയേറ്ററിലൂടെ കൊടുക്കും. അതാണ് നമ്മുടെ വെക്ടർ. ഇത് നമ്മുടെ വെക്ടർ ആണ്. ഇതിനെ നമുക്ക് ഫോറിൻ DNA എന്ന് പറയാം. വെക്ടറും ഫോറിൻ DNA കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ യു കോൾ ഇറ്റ് ആസ് റീകോംബിനന്റ് DNA. അതെടുത്ത് പല ടെക്നിക്കിലൂടെ നമ്മൾ ഈക്കോളയിലേക്ക് കൊടുക്കും. അങ്ങനെ ഈക്കോളയിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തു എന്ന് പറയാം. ഈ പ്രോസസ്സിനെ പറയുന്ന പേരെന്താ? ട്രാൻസ്ഫോം ചെയ്യാന്നാണ് പറയാം, ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയാം. ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഈക്കോളയിനെ നമുക്ക് പിന്നെ കൾച്ചർ ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതല്ലേ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്? ശരിയാണോ? ഇത്രയല്ലേ ഉള്ളൂ കാര്യം. ആ,
ഇനി അപ്പൊ നമുക്ക് വേണ്ടത് എങ്ങനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാം. അതായത് ഫസ്റ്റ് സ്റ്റെപ്പില്ലേ, അതായത് ഈ ഫോറിൻ ജീനിനെ അതിന്റെ സോഴ്സിൽ നിന്നും അത് എവിടെ നിന്നാണോ നമുക്ക് എടുക്കേണ്ടത് അതിന്റെ സെല്ലിന്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. അപ്പൊ ആദ്യം സെല്ലിനെ ബ്രേക്ക് ചെയ്യണം, അത് കഴിഞ്ഞ് ന്യൂക്ലിയസിനെ ബ്രേക്ക് ചെയ്ത് അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. ഈ DNA എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് പല പ്രോട്ടീനുമായിട്ടും RNA ആയിട്ടും ഒക്കെ മിക്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ ബാക്കി എല്ലാ മോളിക്യൂൾസിനെയും മാറ്റി DNA മാത്രം പ്യൂരിഫൈ ചെയ്ത് എടുക്കണം. അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, ശരിയല്ലേ? നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താ, DNA ഐസൊലേഷൻ ആണ്. ഈ പറയുന്ന DNA ഐസൊലേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ, നമുക്ക് വേണ്ട ജീൻ ഏത് ഓർഗാനിസത്തിലാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് അതിനെ പുറത്തോട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നോക്കാം. സിൻസ് ദ DNA is enclosed within the membrane, ശരിയാണ്, സെല്ലിന്റെ ഉള്ളില് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് നമ്മുടെ DNA ഇരിക്കുന്നത് അല്ലെ. ആദ്യം സെല്ലിനെ ബ്രേക്ക് ചെയ്ത് അതിന്റെ ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്യണം. ഈ സെല്ല് എന്ന് പറയുന്ന സാധനത്തിനെ നമുക്ക് കാണാനൊന്നും പറ്റില്ല. നമ്മൾ എന്താ പറയാ, ഒരു സാധനം ഒരു ഫ്രൂട്ട് മുറിക്കുന്ന പോലെ നമുക്ക് കത്തിയോണ്ട് പിടിച്ച് മുറിക്കാനൊന്നും പറ്റില്ല. We have to treat them with the suitable enzymes. Enzymes ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം നോക്കുക, ഒരു ബാക്ടീരിയൽ സെല്ലിൽ നിന്നാണ് നമ്മൾ ഈ DNA എടുക്കാൻ പോകുന്നതെന്ന് വിചാരിക്കാം. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, ഈ ഒരു സെല്ല് നമ്മൾ എവിടെ നിന്നാണോ ഈ ഫോറിൻ DNA എടുക്കാൻ പോകുന്നത് അവിടെ നിന്ന് എടുത്തിട്ട് വേണം നമുക്ക് ഹോസ്റ്റിലോട്ട് കൊടുക്കാൻ. ഈ ഫോറിൻ DNA എടുക്കാൻ പോകുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നാണെങ്കിൽ നമുക്കറിയാം ബാക്ടീരിയക്ക് ഒരു സെൽ വോൾ ഉണ്ട്. പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്ന കെമിക്കൽ വെച്ചിട്ടാണ് ആ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ട എൻസൈം ആണ് ലൈസോസൈം. ഒരു ബാക്ടീരിയയിൽ നിന്നാണ് നിങ്ങൾ DNA ഐസൊലേറ്റ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു ട്രീറ്റ് ദം വിത്ത് ദി എൻസൈം ലൈസോസൈം. പ്ലാന്റിൽ നിന്നാണ് എടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പ്ലാന്റിന്റെ സെൽ വോളിന്റെ മെയിൻ കോമ്പണന്റ് എന്താ, സെല്ലുലോസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സെല്ലുലേസ് വെച്ച് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഫംഗസ് ആണെങ്കിൽ ഫംഗസിന്റെ സെൽ വോളിന്റെ മെയിൻ കോമ്പണന്റ് കൈറ്റിൻ ആണ്. സോ കൈറ്റിനേസ് എൻസൈം വെച്ച് ട്രീറ്റ് ചെയ്യേണ്ടി വരും. സെല്ല് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങളുടെ DNA നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല, ഓക്കെ ഇതാണ് DNA എന്ന് പറഞ്ഞാൽ എടുക്കാനൊന്നും പറ്റില്ല നിങ്ങൾക്ക്. ആ DNA എന്ന് പറയുന്നത് ബാക്കി മാക്രോ മോളിക്യൂൾസ് ആയിട്ട്, നിങ്ങൾ ബയോമോളിക്യൂൾസ് പഠിച്ചിട്ടുണ്ടോ, മാക്രോ മൈക്രോ, ബാക്കി മാക്രോ മോളിക്യൂൾസ്, ബാക്കി ന്യൂക്ലിക് RNA പ്രോട്ടീൻസ്, ബാക്കി ആൾക്കാരെ ഒക്കെ വെച്ച് മിക്സ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പൊ അതിനൊക്കെ റിമൂവ് ചെയ്യണം. RNA റിമൂവ് ചെയ്യാൻ റൈബോന്യൂക്ലിയേസ് വെക്കാം, പ്രോട്ടീനെ റിമൂവ് ചെയ്യാൻ പ്രോട്ടിയേസ് വെക്കാം. അതിനുശേഷം ചിൽഡ് എത്തനോൾ ഒഴിക്കുമ്പോൾ DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരും. ഇതാ നിങ്ങളുടെ ഡയഗ്രം, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കലും ചെയ്തിട്ടുണ്ടാവുമല്ലോ, ചിലപ്പോൾ ബനാനയിൽ നിന്നോ മറ്റോ പ്രാക്ടിക്കലി ചെയ്തിരുന്നോ ഡെമോ? ആ, ചെയ്താലും ചെയ്തില്ലെങ്കിലും DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഈ ചിൽഡ് എത്തനോളിന്റെ കാര്യം ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് അവസാന DNA ഐസൊലേഷന്റെ സ്റ്റെപ്പില് ഫൈനൽ ആയിട്ട് DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് കെമിക്കലാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, ഏതാണ്, ചിൽഡ് എത്തനോൾ ആണ് യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ അതാണ്, വാട്ട് യു ആഡ് ടു പ്രസിപ്പിറ്റേറ്റ് ഔട്ട് DNA, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പാറ്റേൺ അതാണ്. അപ്പൊ ചിൽഡ് എത്തനോൾ എന്ന് ആൻസർ പറയും. രണ്ടാമത്തെ ഒരു പാറ്റേൺ ഇതാണ്, ചിൽഡ് എത്തനോൾ ഒഴിക്കുമ്പോൾ എന്താണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരുന്നത്, എന്താ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരുന്നത്, നമ്മുടെ DNA ആണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ DNA ഐസൊലേറ്റ് ചെയ്തു, അതായത് ഇങ്ങനെ സ്പൂൾ ചെയ്തെടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടോ, ആ ഡയഗ്രത്തിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന നോട്ട് വായിച്ചു നോക്കുക. സ്പൂൾ ചെയ്തെടുക്കാന്ന് പറയുന്നുണ്ട് അവര്. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്, നമ്മൾ DNA ഐസൊലേറ്റ് ചെയ്തപ്പോ നമുക്ക് ദാ ഇങ്ങനെ കിട്ടി. ഇത് ഹോൾ ജനറ്റിക് മെറ്റീരിയൽ ആണ്. ഇത് ഫുള്ള് നമുക്ക് ആവശ്യമുണ്ടോ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട്? ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇതിന്ന് ഒരു ചെറിയ പോർഷൻ ആയിരിക്കില്ലേ ചിലപ്പോ നമുക്ക് ആവശ്യമുള്ളവ. ഏത് ക്യാരക്ടർ ആണോ നമുക്ക് ഈ കോളേജിലേക്ക് കാണിക്കേണ്ടത് ആ ക്യാരക്ടറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജീൻ, ഒരു പീസ് ഓഫ് ജീൻ ഉണ്ടായിരിക്കും, ശരിയല്ലേ? ഒരു പീസ് ഓഫ് DNA ഉണ്ടായിരിക്കും. ആ പീസിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യണം, കട്ട് ചെയ്തെടുക്കണം. സോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യം വരാൻ പോകുന്നത് ആരെയായിരിക്കും പറ? കട്ട് ചെയ്യാൻ വേണ്ട നമുക്ക് നമ്മുടെ ഒരു സിസർ ഉണ്ടല്ലോ ഇവിടെ. ഹൂ ഇസ് ദാറ്റ് സിസർ? ആരെയും നമുക്ക് വേണ്ട കട്ട് ചെയ്തെടുക്കാൻ? സിസേഴ്സ്, ശരിക്കുള്ള സിസേഴ്സ് വെച്ച് നിങ്ങൾ കട്ട് ചെയ്യാൻ പോവാണോ? DNA ഐസൊലേറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്, ഫ്രാഗ്മെന്റ് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. ഫ്രാഗ്മെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പോകുന്ന നമ്മൾ ആരെയാണ്, എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ന്യൂക്ലിയേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിക് ആസിഡിനെ ബ്രേക്ക് ചെയ്യുന്ന, ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ്. അത് തന്നെ എക്സോന്യൂക്ലിയേസും ഉണ്ട്, എൻഡോന്യൂക്ലിയേസും ഉണ്ട്. ഒരു DNAയുടെ
ഒരു അറ്റത്തുനിന്ന് കട്ട് ചെയ്ത് വരുന്ന ആൾക്കാരാണ് എക്സോന്യൂക്ലിയസുകൾ. ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എൻഡോന്യൂക്ലിയസസ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. ശരിയല്ലേ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അപ്പോ നമ്മളെ DNA ഹോൾ DNA ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം അതിനെ പീസ് ആക്കി ഫ്രാഗ്മെന്റഡ് ആക്കി അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ആളെ മാത്രമായിട്ട് നമുക്ക് എടുക്കണം. അങ്ങനെ ഫ്രാഗ്മെന്റ് ചെയ്യാൻ നമുക്ക് വേണ്ട എൻസൈം ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഓക്കെ, ഇപ്പൊ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് പോയിട്ട് എവിടെയെങ്കിലും പോയി കട്ട് ചെയ്യോ? തോന്നിയ സ്ഥലത്ത് പോയി കട്ട് ചെയ്യോ? ഇല്ല. ഇല്ല. അതിനൊരു പെർട്ടിക്കുലർ സീക്വൻസ് ഉണ്ടല്ലോ. ആ സീക്വൻസിന്റെ പറയുന്ന പേരെന്താ? Every restriction endonuclease will be having a particular sequence. Recognition sequence അല്ലേ? Recognition sequence എന്ന് പറയും. അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് അവിടെ കട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു എൻസൈമിന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് ഏതായിരുന്നു? എക്കോ R1 എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ പഠിക്കുന്നില്ലേ? എക്കോ R1 എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കണം, ചോദിക്കാറുണ്ട്. ഏതായിരുന്നു? ഇതാണ് സീക്വൻസ്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഹോൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് എക്കോ R1 വെച്ച് ഇതിനെ കട്ട് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ജനറ്റിക് മെറ്റീരിയലിനെയും എക്കോ R1 എന്ന് പറയുന്ന എൻസൈമിനെയും കൂടി മിക്സ് ചെയ്യും. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യും. കട്ടിങ് നടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. കട്ടിങ് നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന DNA-ല് ഈ പറയുന്ന സീക്വൻസ് ഉണ്ടായിരിക്കണം. ഈ സീക്വൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എക്കോ R1 എന്ത് ചെയ്യുള്ളൂ? കട്ട് ചെയ്യുള്ളൂ. കാരണം ഇതിനെ മാത്രമേ അത് റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. ഇതാണ് സീക്വൻസ്. ഇതിന്റെ കട്ടിങ് നടക്കാൻ പോകുന്നത് എവിടെയാ? എവിടെയാണ് കട്ടിങ് നടക്കാൻ പോകുന്നത്? ബിറ്റ്വീൻ ഗ്വാനിൻ ആൻഡ് അഡിനിൻ. ശരിയല്ലേ? രണ്ട് സ്ട്രാൻഡിലും ജിക്കും എക്കും ഇടയിലാണ് കട്ടിങ് നടക്കാൻ പോകുന്നത്. ഈ സീക്വൻസിന് ഒരു പ്രത്യേകതയില്ലേ? ഈ സീക്വൻസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ചോദിക്കാറുണ്ട് സ്ഥിരം. പാലിയൻഡ്രോം ആണ്. എന്താ പാലിയൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 to 3. നിങ്ങൾ രണ്ട് സ്റ്റാൻഡും വായിച്ചു നോക്കിക്കോ. ദ സീക്വൻസ് വിൽ ബി സെയിം. സി ഇവിടുന്ന് വായിച്ചു നോക്കുമ്പോ GAATTC. മറ്റേ സ്റ്റാൻഡ് വായിച്ചു നോക്കുമ്പോൾ അതും എന്ത് തന്നെയാണ്? GAATTC. നമ്മൾ മലയാളം എന്ന് എഴുതുന്ന പോലെ മലയാളം എന്ന് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വായിച്ച സെയിം അല്ലേ? ശരിയല്ലേ? ഇവിടെ M, ഇവിടെ M, ഇവിടെ അങ്ങനെ DNA-യുടെ കേസിൽ വരുമ്പോൾ രണ്ട് സ്ട്രാൻഡ് ഉണ്ടെങ്കിൽ ആ രണ്ട് സ്ട്രാൻഡ് നമ്മൾ ഒരേ ഡയറക്ഷനിൽ വായിക്കുവാണെങ്കിൽ, ഇപ്പൊ ഈ സ്ട്രാൻഡ് 5 to 3 വായിക്കുവാണെങ്കിൽ ഈ സ്ട്രാൻഡും 5 to 3 വായിക്കാം. ഒരേ സീക്വൻസ് ആണ്. ഇവിടെ 3 to 5 ആണ് വായിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെയും 3 to 5 വായിക്കാം. സീക്വൻസ് സെയിം ആയിരിക്കും. അതാണ് പാലിയൻഡ്രോം എന്ന് പറയുന്നത്. ശരിയാണോ? ഓക്കെ. സോ റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ കേസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആദ്യം കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് ഏതാന്ന്? ഹിന്റ് 2. അതിന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് എത്ര ബേസ് പെയർ ആണെന്ന്? 6 ബേസ് പെയർ ആണ്. ഇപ്പൊ എക്കോ R1-ന്റെയും 6 തന്നെയാണ്. 1 2 3 4 5 6 അല്ലെ? 6 ബേസ് പെയർ തന്നെയാണ്. ഹിന്റ് 2-ന്റെയും അങ്ങനെ തന്നെയാണ്. ഇനി എങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസിനെ പേരിടുന്നതെന്ന്? എങ്ങനെയാണ്? എക്കോ R1 ഈ വരുന്നത് എവിടുന്നാ? അതിന്റെ ജീനസ് നെയിം. നെക്സ്റ്റ് ടു വരുന്നത് എവിടുന്നാ? സ്പീഷീസ് നെയിം. ദെൻ R എന്താണ്? R അതിന്റെ സ്ട്രെയിൻ ആണ്. ഈക്കോളയിൽ തന്നെ ഏത് സ്ട്രെയിൻ ആണെന്നുള്ളത്. റോമൻ ലെറ്റേഴ്സ് വരുന്നത് എവിടുന്നാ? റോമൻ ലെറ്റേഴ്സ് ഹിന്റ് 2-ലെ റോമൻ ലെറ്റർ കാണാം. എന്താണ്? The order in which the enzymes were isolated from that strain of bacteria. ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് ലെറ്റർ ജീനസ്, സെക്കൻഡ് 2 ലെറ്റർ സ്പീഷീസ്, അതിനുശേഷം റോമൻ ലെറ്റർ വരുന്നത് അത് എത്രാമത്തെ എൻസൈം ആയിട്ടാണ് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. എക്കോ R1-ന്റെ കേസ് നോക്കുക. അതിന്റെ സീക്വൻസും പഠിക്കാൻ ചോദിക്കാറുണ്ട്. GAATTC. ഓക്കെ. ഇനി ഇതൊക്കെ സ്റ്റേറ്റ്മെന്റുകളായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. Each restriction enzyme function by inspecting the length of a DNA sequence. Once it finds the അതായത് അതിന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് ഉണ്ടോന്ന് ആദ്യം നോക്കും. റെക്കഗ്നിഷൻ സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് DNA ബൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് രണ്ട് സ്ട്രാൻഡിലും കട്ട് വരുത്തും. ശരിയല്ലേ? ഒരു സ്ട്രാൻഡിൽ മാത്രമാണോ അത് കട്ട് വരുത്താൻ പോകുന്നത്? ഇതാണ് നിങ്ങളുടെ ഡബിൾ സ്ട്രാൻഡഡ് DNA ഉണ്ടെങ്കിൽ
അത് രണ്ടിടത്തും കട്ട് വരുത്തും അല്ലെ? രണ്ട് സ്ട്രാൻഡിലും കട്ട് വരുത്തും. എന്നിട്ടോ ഇവിടെയും കട്ട് വരുത്തും, ഇവിടെയും കട്ട് വരുത്തും. ഓ, ഞാൻ ഇറേസ് ചെയ്തപ്പോ കംപ്ലീറ്റ് പോട്ടെ. ഇനിയോ എവിടെയാണ് കട്ടിങ് വരുത്താൻ പോകുന്നതെന്ന്? ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണ്ടാണ്. അതായത് ഏത് ബോണ്ടാണ് ഇവർ ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ DNA സ്ട്രക്ചർ പഠിക്കുമ്പോ പഠിച്ചിട്ടുണ്ടോ? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഉണ്ട്. ഇതിൽ ഏത് ബോണ്ടാ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്? രണ്ട് ന്യൂക്ലിയോടൈഡ് തമ്മിലുള്ള ബോണ്ടാണ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ഏതാ രണ്ട് ന്യൂക്ലിയോടൈഡ് തമ്മിലുള്ള ബോണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ആണോ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ആണോ? ഹൈഡ്രജൻ ബോണ്ട് എവിടെയാ കാണുന്നത്? ഇങ്ങനെയുള്ള കാണുന്നല്ലേ ഹൈഡ്രജൻ ബോണ്ട്, ശരിയല്ലേ? ഇതാണോ ബ്രേക്ക് ചെയ്യുന്നത്? ഇതാണോ ബ്രേക്ക് ചെയ്യുന്നത്? രണ്ട് ബേസ് പെയർ തമ്മിൽ ഇതാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ അവരെന്തായിട്ട് മാറും? സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറും. അങ്ങനെയാണോ നടക്കുന്നത്? അല്ലല്ലോ. ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണ്ട് ആണ് ബ്രേക്ക് ചെയ്യുന്നത്. രണ്ട് ന്യൂക്ലിയോടൈഡ് തമ്മിലുള്ള ബോണ്ട് ആണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് ഏതായിരിക്കും? ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് അല്ലേ? ശരിയാണോ? ശരിയല്ലേ? ആ, ഇനി ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താന്ന് പഠിക്കുക. അത് പാലിയൻഡ്രോമിക് സീക്വൻസ് ആണ്. ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം എക്കോ R1. നമ്മള് ഒരു കാര്യം ശ്രദ്ധിക്കാം. നമ്മൾ ഫോറിൻ DNA നമ്മൾ കട്ട് ചെയ്തെടുത്തു എന്ന് വിചാരിക്കാം. ഈ സ്റ്റെപ്പില് ഫോറിൻ DNA കട്ട് ചെയ്തെടുത്തു എന്ന് വിചാരിക്കാം. വെക്ടർ എന്ന് പറയുന്നതും ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഇവിടെ തൊട്ട് ഫോറിൻ DNA ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ, വെക്ടറിലോട്ട് ഫോറിൻ DNA ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ വെക്ടറിലും ഇതുപോലെ ഒരു കട്ട് വരുത്തണം. ശരിയല്ലേ? വെക്ടറിനെയും ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കി ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് വേണം ഫോറിൻ DNA ഇന്റഗ്രേറ്റ് ചെയ്യാൻ. ശരിയല്ലേ? നമ്മൾ ഫോറിൻ DNA എടുക്കാൻ വേണ്ടിയിട്ട് ഏത് എൻസൈം ആണോ യൂസ് ചെയ്തത് അതേ എൻസൈം വെച്ചിട്ട് വെക്ടറിനെയും കട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ മാച്ചിങ് ആയിട്ടുള്ള ഒരു കട്ട് വരുള്ളൂ, മാച്ചിങ് ആയിട്ടുള്ള ഒരു എൻഡ് വരുള്ളൂ. ഇവർ തമ്മിൽ ഫ്യൂസ് ചെയ്യാൻ പറ്റും, ഇവർ തമ്മിൽ ലിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇവിടെ ശ്രദ്ധിച്ചു നോക്കാം. വെക്ടർ DNA നിങ്ങൾക്ക് കാണാം. ഇത് വെക്ടറിന്റെ ഒരു പോർഷൻ കാണാം. വെക്ടർ ഫോറിൻ DNA രണ്ടുപേരെയും ഒരേ എൻസൈം വെച്ച് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആരാണ്? എക്കോ R1. നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന എക്സാമ്പിള് രണ്ട് DNA വെക്ടറിലാണെങ്കിലും ഫോറിനിലാണെങ്കിലും രണ്ടിടത്തും GAA-TTC എന്ന് പറയുന്ന സീക്വൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കട്ടിങ് നടക്കുള്ളൂ. കട്ടിങ് നടക്കാൻ പോകുന്നത് എവിടെയാണ്? Gക്കും Aക്കും ഇടയിലാണ്. Gക്കും Aക്കും ഇടയിലാണ് കട്ടിങ് വരുത്താൻ പോകുന്നത്. രണ്ട് സ്ട്രാൻഡിലും കട്ടാവും, രണ്ട് സ്ട്രാൻഡിലും കട്ടാവും. അതിനുശേഷം ഇങ്ങനെയാണ് കട്ടിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ശരിയല്ലേ? ഇങ്ങനെയല്ലേ കിട്ടാൻ പോകുന്നത്? ശരിയാണോ നോക്കിയേ? ശരിയല്ലേ? കട്ടിങ് വരുന്നത്, കട്ടിങ് സെന്ററിലായിരുന്നു നടന്നിരുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നടുക്കിലാണ് നടന്നിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ രണ്ട് ഫ്രാഗ്മെന്റ്സ് ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ സെന്ററിലല്ല കട്ടിങ് നടക്കുന്നത്. കട്ടിങ് നടക്കുന്നത് എവിടെയാണ്? A little away from the center of the palindrome site. ശരിയല്ലേ? A little away from the center of palindrome site. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേപോലത്തെ എൻഡ് അല്ല, ബ്ലണ്ട് എൻഡ് അല്ല കിട്ടാൻ പോകുന്നത്. ഒരു ഓവർ ഹാങ്ങിങ്സ് വരും. ശരിയല്ലേ? എന്താ നോക്ക്, ഓവർ ഹാങ്ങിങ്സ് വരുന്നില്ലേ? അൺപെയ്ഡ് ആയിട്ട് നിൽക്കുന്ന ഓവർ ഹാങ്ങിങ്സ്. ഇങ്ങനെയുള്ള എൻഡിനെ പറയുന്ന പേരാണ് സ്റ്റിക്കി എൻഡ്സ്. ഇങ്ങനെയുള്ള സ്റ്റിക്കി എൻഡ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് DNA ലിഗേസിന്റെ ആക്ഷൻ എളുപ്പമായിരിക്കും. DNA ലിഗേസ് എന്തിനാണെന്നൊന്ന് പറഞ്ഞു നോക്കിയേ. DNA ലിഗേസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലിഗേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്, ജോയിൻ ചെയ്യിപ്പിക്കാന്നുള്ളതാണ്. ഇനി ഈ വെക്ടർ DNAയും ഫോറിൻ DNAയും തമ്മിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ലിഗേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി. അങ്ങനെ വെക്ടറും ഫോറിൻ DNAയും കൂടി ലിഗേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? റീകോമിനന്റ് DNA കിട്ടും. നിങ്ങളിവിടെ പഠിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ആദ്യം നമ്മൾ DNA ഐസൊലേറ്റ് ചെയ്തു, അതിന് കുറച്ച് എൻസൈംസ് ഒക്കെ എടുക്കണം. അതിനുശേഷം അതിനെ കട്ട് ചെയ്യാൻ വേണ്ടി റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചു. അപ്പൊ റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കണം. അതെങ്ങനെ കട്ട് ചെയ്യും, അത് രണ്ട് സൈഡിലും കട്ട് ചെയ്യും. അതിനൊരു റെക്കഗ്നിഷൻ സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് എങ്ങനെയുള്ളതാണ്? പാലൻഡ്രോമിക് ആണ്. എക്കോ R1നെ പറ്റി പഠിക്കാം. എക്കോ R1നെ പറ്റി പഠിക്കുമ്പോൾ കട്ടിങ് കഴിയുമ്പോൾ നമുക്ക് ഓവർ ഹാങ്ങിങ്സ് കിട്ടും. അതിനെ സ്റ്റിക്കി എൻഡ് എന്നാണ് പറയാം. ആ സ്റ്റിക്കി എൻഡ് ഉള്ളത് കൊണ്ട് ലിഗേസിന്റെ ആക്ഷൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അങ്ങനെ വെക്ടറും ഫോറിനും കൂടി മിക്സ് ആവുമ്പോൾ യു ഗെറ്റ് റീകോമിനന്റ് DNA. ശരിയല്ലേ? ഇനി നാളെ ഉണ്ടല്ലോ
ഇതിന്റെ ഒരു ഔട്ട്ലൈൻ കഴിഞ്ഞിട്ട് ഇതിന്റെയും പ്രിൻസിപ്പൽ എന്ന് പറയുന്ന നെക്സ്റ്റ് ചാപ്റ്ററിലെ അപ്ലിക്കേഷൻ ആ ചാപ്റ്ററിന്റെയും ഇത് തന്നെ ആക്ച്വലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അഗാറോസ് പോളിമറൈസ് മറ്റെന്താണ് ട്രാൻസ്ഫോർമേഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ മാക്സിമം ഞാൻ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററും കൂടിയും എടുക്കും, കൂടുതലും ക്വസ്റ്റ്യൻസിലോട്ട് ഫോക്കസ് ചെയ്യാൻ നോക്കും. എനിവേസ് ടെക്നിക്കിന്റെ സമ്മറി ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, ഈ ചാപ്റ്ററിൽ നടക്കുന്ന ടെക്നിക്കിന്റെ സമ്മറി ഞാൻ തരാം. അതിനുശേഷം നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കാം കേട്ടോ. കാരണം നല്ല വെയിറ്റേജ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങളും ഒരു കാര്യം ചെയ്യുക, നിങ്ങളും ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട് വരിക. ഓക്കെ.